Hello friends, അപ്പോൾ നമ്മുടെ CUCET പ്രിപ്പറേഷന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നാണ് നമ്മളുടെ ലാസ്റ്റ് ഡേ. നമുക്കറിയാം നമ്മുടെ എക്സാം നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അവസാനത്തെ ലാപ്പിൽ നമ്മുടെ ക്ലൈമാക്സിൽ ഇന്ന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് എത്തിയിരിക്കുകയാണ്. Now again എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനായിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനുകളെല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ കൂട്ടുകാരായിട്ട് മാറിക്കോളും. So anyway, നമുക്ക് നമ്മുടെ പ്രോബ്ലം സെഷനിലേക്ക് കടക്കാം. The first question, the apparent length of a meter rod moving parallel to its length with a velocity 0.6 c. So again, ഏത് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഏത് പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? റിലേറ്റിവിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. So apparent length of a meter rod moving parallel to its length, perpendicular ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് പ്രത്യേകിച്ച് കോൺട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. Again ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? It's going to be contracted. Length കോൺട്രാക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. And velocity തന്നിട്ടുണ്ട്, velocity 0.6 c ആണ്. സോ ലൈറ്റിന്റെ വെലോസിറ്റിയുടെ 0.6 c അത്രയും ഫ്രാക്ഷൻ ആണ്. Now ഈ പ്രോബ്ലം ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സോൾവ് ചെയ്ത പ്രോബ്ലം ആയിരിക്കും. Now ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ആണ്. ആക്ച്വലി ഇതിന്റെ ആൻസർ വരുന്നത് 0.8 ആണ്. സോ അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. Now നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ വി ക്യാൻ സി, സോ ഡിനോമിനേറ്ററിൽ 0.8 വരും. സോ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ലെങ്ത് കോൺട്രാക്ഷന്റെ എക്സ്പ്രഷൻ L, a rod which is moving with its axis parallel to the direction of light. So അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് L is equal to L0 into square root of 1 minus v square divided by c square എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. Now L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ലെങ്ത് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആക്ച്വൽ ലെങ്ത് ആണ്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ L is equal to L0 നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ്സ് എ മീറ്റർ റോഡ്. മീറ്റർ റോഡ് എന്ന് പറയുമ്പോൾ ലെങ്ത് 1 മീറ്റർ ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ, വിയുടെ വാല്യൂ എത്രയാണ്? 0.6 c ആണ്. സോ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. നൗ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 0.6 c ഓൾ സ്ക്വയർ. സോ 0.36 c സ്ക്വയർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ആണ്. സി സ്ക്വയർ ക്യാൻസൽസ്. സോ ഫൈനലി വി വിൽ ഗെറ്റ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.36 കിട്ടുന്നു. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 മൈനസ് 0.36 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 0.64. 100ൽ നിന്ന് 36 പോയാൽ ബാക്കി എത്ര? 64. സോ ഇത് എത്രയുടെ സ്ക്വയർ റൂട്ട് ആണ്? ദിസ് വി വിൽ ഗെറ്റ് 0.8. സോ 0.8 മീറ്റർ ആയിട്ടാണ് നമ്മളുടെ റോഡിന്റെ ലെങ്ത് കുറയുക. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ടൈപ്പ് ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഇതേപോലെ തന്നെ നമ്മളുടെ ടൈം ഡയലേഷൻ, അതുപോലെ തന്നെ മാസിനുണ്ടാകുന്ന ഇൻക്രീസ്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. സോ എനിവേ നമ്മുടെ എക്സ്പ്രഷൻസ്, ലെങ്ത് കോൺട്രാക്ഷന്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതി. ടൈം ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഡെൽറ്റ ടി, ടൈം ഇന്റർവെൽ വിൽ ബി ഈക്വൽ ടു delta t0, that is the proper time, square root of 1 minus v square by c square ആണ്. ഇതാണ് നമ്മുടെ ലോറൻസ് എക്സ്പ്രഷൻ. ആൻഡ് മാസ് ആണെങ്കിലോ ഡെൽറ്റ m0. Now m0 എന്ന് നമുക്ക് എഴുതാം. സോ മാസിന് ചേഞ്ച് ഉണ്ടാവുന്നില്ലല്ലോ. സോ m0 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. സോ മാസ് ഇൻക്രീസ് ചെയ്ത് ഫൈനലി ലൈറ്റിന്റെ വെലോസിറ്റി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാസ് എന്തായി പോകുന്നു? ഇൻഫിനിറ്റി ആയിട്ട് അത് ബേൺ അപ്പ് ആവുന്നു, അല്ലെങ്കിൽ അത് ബ്ലോ അപ്പ് ആവുന്നു. സോ എനിവേ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലോറൻസ് എക്സ്പ്രഷൻസ്. മൂവിങ് ഫോർവേഡ്, ഫസ്റ്റ് പ്രോബ്ലം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, എക്സ്റേ ഓഫ് വേവ് ലെങ്ത് 10 പൈക്കോമീറ്റർ. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ലാംഡ ഇസ് ഈക്വൽ ടു 10 പൈക്കോമീറ്റർ. ദാറ്റ് ഇസ് സ്കാറ്റേർഡ് ഫ്രം എ ടാർഗറ്റ്. ഒരു ടാർഗറ്റിൽ നിന്ന് സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ദ വേവ് ലെങ്ത് എക്സ്റേ സ്കാറ്റേർഡ് ത്രൂ 45 ഡിഗ്രി വിൽ ബി. ഓക്കെ, എക്സ്റേയുടെ വേവ് ലെങ്ത്, ആദ്യമേ ഉള്ള വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. സോ ലാംഡ 0 ഇസ് ഗിവൺ, അല്ലെങ്കിൽ ലാംഡ ഇനിഷ്യൽ ഇസ് ഗിവൺ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ ചെന്ന് വീണതിന് ശേഷം, സ്കാറ്റർ ചെയ്തതിന് ശേഷം അതിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും എന്നാണ്. വേവ് ലെങ്ത് എന്ത് ഷിഫ്റ്റ് വരും? അഗൈൻ ഇത് ഏതാണ് പ്രോബ്ലം? ദിസ് ഈസ് കോംപ്റ്റന്റ് സ്കാറ്ററിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് ഇന്ററാക്ടിങ് വിത്ത് മാറ്റർ. ഏതൊക്കെ ടൈപ്പ് ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമുക്ക് ആദ്യമേ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അറിയാം. ഒരു ഫോട്ടോൺ വരുന്നു, ഏതെങ്കിലും ഒരു മെറ്റലിന്റെ സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ദെൻ ആ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? ഈ ഫോട്ടോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എനർജി പാക്കറ്റ്. ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? ഫോട്ടോൺ വിൽ ബേഴ്സ്റ്റ്. ഫോട്ടോൺ പൊട്ടുന്നു. അതിന്റെ എനർജി ആർക്ക് കൊടുക്കുന്നു? ആ സർഫസിലുള്ള ഇലക്ട്രോണുകൾക്ക് കൊടുക്കുന്നു. ദെൻ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോൺസ് സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. ഈ ഒരു കേസിൽ കംപ്ലീറ്റ് എനർജി ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അതായത് ഒരു ഫോട്ടോൺ അയാളുടെ കയ്യിലുള്ള എനർജി മൊത്തമായിട്ട് ഒരു ഇലക്ട്രോണിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സർഫസിലുള്ള ഒരു ഇലക്ട്രോണിന് കൊടുക്കുന്നു. സോ നമ്മൾ ഫോട്ടോൺസിനെ എനർജി പാക്കറ്റ്സ് ആയിട്ട്, അതായത് നമ്മുടെ അൽപ്പലീബി മിഠായിയുടെ പാക്കറ്റുകളായിട്ട് ഇമാജിൻ ചെയ്താൽ സർഫസിൽ വന്ന് ഇടിക്കുമ്പോൾ പാക്കറ്റ് പൊട്ടി എനർജി മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ. ബട്ട് ഇൻ കോംപ്റ്റന്റ് ഇഫക്റ്റ് തിങ്സ് ആർ എ ലിറ്റിൽ ഡിഫറെന്റ്. ഇവിടെ നമ്മുടെ ഫോട്ടോൺ വരുന്നു, എനർജി കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല നമ്മുടെ ഇലക്ട്രോണിലേക്ക്. എ ഫ്രാക്ഷൻ ഓഫ് എനർജി ഓഫ് ദ എക്സ്റേ ഈസ് ഗിവൺ ടു ദ ഇലക്ട്രോൺ. ബാക്കിയും കൊണ്ട് നമ്മുടെ ഫോട്ടോൺ പോകുന്നു. അവിടെ കുറച്ച് എനർജി കിട്ടി, ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? അതിനും ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നു. അഗൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കോംപ്റ്റന്റ് സ്കാറ്ററിംഗ് നമുക്കറിയാം. ഒരു ഇലക്ട്രോൺ നിൽക്കുകയാണ്,
ഈ വരുന്ന എക്സ്റേ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് എനർജി ആർക്ക് കൊടുക്കുന്നു? ഈ ഇലക്ട്രോണിന് കൊടുക്കുന്നു. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇലക്ട്രോൺ റീകോയിൽ ചെയ്യുന്നു ആൻഡ് ഈ ഫോട്ടോൺ എനർജി നഷ്ടപ്പെട്ട ഫോട്ടോൺ നേരെ മുന്നോട്ടേക്ക് പോകുന്നു. ദസ് ഡിക്രീസ് ഇൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എനർജി വി നോ ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. നൗ ന്യൂയിൽ ചേഞ്ച് ഉണ്ടാവുന്നു, ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. ദാറ്റ് മീൻസ് ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ലാംഡ, അതിന്റെ വേവ് ലെങ്ത്തിലും ചേഞ്ച് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോണിന്റെ മേലെ ഹിറ്റ് ചെയ്തിട്ട് കോംപ്റ്റൺ സ്കാറ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത്തിലുള്ള ഷിഫ്റ്റ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അഗൈൻ കോംപ്റ്റൺ സ്കാറ്ററിംഗിന്റെ എക്സ്പ്രഷൻസ് നമുക്കറിയാം. എന്താണ് എക്സ്പ്രഷൻ? ഡെൽറ്റ ലാംഡ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ 0 1 മൈനസ് കോസ് തീറ്റ എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. ആൻഡ് ഇവിടെ ലാംഡ 0 എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ്സ് എ സ്പെഷ്യൽ നെയിം ഇറ്റ് ഹാസ്. എന്താണത്? ലാംഡ 0 ഈസ് കോൾഡ് h ഡിവൈഡഡ് ബൈ MEC അല്ലെങ്കിൽ M0C. അതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിച്ചത്? ദാറ്റ് ഈസ് കോൾഡ് ദ കോംപ്റ്റൺ വേവ് ലെങ്ത്. കോംപ്റ്റൺ വേവ് ലെങ്ത് എന്നാണ് വിളിച്ചത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോംപ്റ്റൺ വേവ് ലെങ്ത്തും ഈ ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈനൽ മൈനസ് ഡെൽറ്റ ഇനിഷ്യൽ ആണ്. ഫൈനൽ വേവ് ലെങ്ത് മൈനസ് ഇനിഷ്യൽ വേവ് ലെങ്ത് ആണ്. സോ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഡെൽറ്റ ഫൈനൽ മൈനസ് ഡെൽറ്റ ഇനിഷ്യൽ ഈക്വൽ ടു ഡെൽറ്റ ലാംഡ 0. സോ ലാംഡ ഫൈനൽ മൈനസ് ലാംഡ ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു ലാംഡ 0 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടുന്നു. തീറ്റ 45 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ലാംഡ ഇനിഷ്യലിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. സോ 10 പൈക്കോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 പൈക്കോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 പൈക്കോമീറ്റർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ 0 ടൈംസ് 1 മൈനസ് കോസ് 45 ഡിഗ്രി ആണ്. നാ കാൽക്കുലേഷനിൽ ലാംഡ 0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എത്രയാണ്? 0.0242 ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ്പ്രഷനിൽ ഇട്ടിട്ട് എല്ലാം SI യൂണിറ്റിലേക്ക് ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫൈനലി ലാംഡ ലാംഡ ഫൈനൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10.7 പൈക്കോമീറ്റേഴ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ലാംഡ 0യുടെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് h ഡിവൈഡഡ് ബൈ MEC ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0242 ആണ്. സോ 1 മൈനസ് കോസ് 45. സോ 45 ഡിഗ്രി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി ആൻസർ നമുക്ക് എത്ര കിട്ടും? ദ ഫൈനൽ ലാംഡ അതായത് ഫൈനൽ വേവ് ലെങ്ത് വിൽ ബി 10.7 പൈക്കോമീറ്റേഴ്സ്. So again simple ആയിട്ടുള്ള question 10.7 picometers. Moving forward to the next question. Again a positronium atom, it is a system that consists of a positron and an electron and that is orbiting each other. The wavelength of the spectral lines of the positronium will be. പോസിട്രോണിയത്തിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? The wavelengths of the spectral lines of positronium എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Again what is this positonium? എന്താണ് ഈ പോസിട്രോണിയം? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും അടങ്ങുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ പോസിട്രോണിയം എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്താണെന്ന് നമുക്കറിയാം. നെഗറ്റീവ് ചാർജുള്ള നമുക്ക് പരിചയമുള്ള നമ്മുടെ സ്വന്തം ഇലക്ട്രോൺ. Then what is positron? ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് പോസിട്രോൺ. Now ഇവർ രണ്ടാളും ഒരു കോമൺ സെന്ററിനെ അല്ലെങ്കിൽ ഒരു കോമൺ സെന്ററിന് വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് പോസിട്രോണിയം. Now അങ്ങനെയുള്ള ഒരു പോസിട്രോണിയത്തിന്റെ സ്പെക്ട്രൽ ലൈനുകളുടെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Now ഇത് നമുക്ക് അറിയാത്തൊരു കേസാണ്. പോസിട്രോണിയത്തിനെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ല. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു കേസ് ഉണ്ട്. ഏതാണത്? ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ അതിന്റെ സ്പെക്ട്രൽ ലൈനുകളെല്ലാം നമ്മൾ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഏതൊക്കെ സീരീസ് സ്പെക്ട്രൽ സീരീസുകളാണുള്ളത്? ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ. ഓരോരോ ഗാലറിയിലുള്ള ഓരോരോ തട്ടിൽ നിന്ന് ഓരോരോ ലെവലുകളിലേക്കുള്ള ജമ്പിങ്, അതിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന ഫോട്ടോൺ, ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് അറിയുന്ന കേസ് ആദ്യമേ തന്നെ എഴുതി നോക്കാം. എന്തായിരുന്നു എക്സ്പ്രഷൻ? ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇൻ എ ജനറൽ കേസ് 1 by lambda is equal to R times 1 by NF square minus 1 by NI square. With a minus sign out there, so minus sign ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ we will get 1 by lambda is equal to R times 1 by NI square minus 1 by NF square. Now ഇത് വെച്ചിട്ട് നമ്മൾ ഒത്തിരി കാൽക്കുലേഷൻസ് ചെയ്തതാണ്. R is known as the Rydberg constant. ഒത്തിരി കാൽക്കുലേഷൻസ് ചെയ്തതാണ്. Now ഇവിടെ NI എന്ന് പറയുന്നത് in the case of Lyman series ഈ NI ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. Now ബാക്കിയുള്ള കേസുകളിലെല്ലാം ഇത് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഓക്കെ, സോ now ഇങ്ങനെയാണെങ്കിൽ if it is our case നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പോസിട്രോണിയത്തിന്റെ കേസ് ഒന്ന് വെറുതെ എഴുതി നോക്കാം. സോ പോസിട്രോണിയത്തിന്റെ കേസിൽ we can write ആദ്യം ഹൈഡ്രജന്റെ കേസ് എഴുതാം. 1 by lambda H is equal to R of H times 1 by Ni square minus 1 by Nf square എന്ന് നമുക്ക് എഴുതാം. Now ഇതേപോലെ similarly in the case of നമ്മളുടെ പോസിട്രോണിയം we can write it as R of P. R of P is the Rydberg constant for positronium. So 1 divided by Ni square minus 1 divided by Nf square. Again
ആകെ ചേഞ്ച് എന്തിൽ മാത്രമാണ്? ഈ തന്നിരിക്കുന്ന റെഡ്ബർഗ് കോൺസ്റ്റന്റിൽ മാത്രമാണ്. നമ്മളൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് പോസിട്രോണിയം. പോസിട്രോണിയത്തിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫാക്ടറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? എനിക്കിവിടെ അറിയാം ലാംഡ ഓഫ് എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/RH. ഫ്രം ദിസ് എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ എഴുതിക്കൂടെ? അതായത് 1/λh എന്ന് പറയുന്നത് ആർ ഓഫ് എച്ച് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ ഹൈഡ്രജന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ദെൻ ആർ ഓഫ് എച്ച് അല്ലെങ്കിൽ ലാംഡ ഓഫ് എച്ച് എന്ന് പറയുന്നത് 1/R ഓഫ് എച്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സിമിലർലി ലാംഡ ഓഫ് പി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/R ഓഫ് പി. ആർ ഓഫ് പി എന്ന് വെച്ചാൽ റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ പോസിട്രോണിയം. ആ വാല്യൂ എന്താണെന്ന് നമുക്ക് ഇനിയും അറിയില്ല. നമുക്ക് നോക്കാം, എന്തായാലും മുന്നോട്ടേക്ക് പോയി നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റെഡ്ബർഗ് കോൺസ്റ്റന്റിനെ സംബന്ധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ ഞാൻ ലാംഡ എച്ച് ഡിവൈഡ് ബൈ ലാംഡ പി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഓഫ് പി, അതായത് ഈ ഫ്രാക്ഷൻ, സോ ആർ ഓഫ് പി ഡിവൈഡ് ബൈ ആർ ഓഫ് എച്ച് എന്ന് കിട്ടുന്നു. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് കോൺസ്റ്റൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇവിടെ ലാംഡ ഓഫ് എച്ച്. സോ ഇവിടെ ആർ ഓഫ് പി ആൻഡ് ആർ ഓഫ് എച്ച് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ ഹൈഡ്രജൻ, റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ പോസിട്രോണിയം. ഈ റെഡ്ബർഗ് കോൺസ്റ്റന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി mu ടൈംസ് e to the power of 4 8 epsilon 0 square h cube c. So this is the expression for Rydberg constant. നിങ്ങൾ ഈ എക്സ്പ്രഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ mu. വാട്ട് ഈസ് mu? mu is the reduced mass of the system. ആ സിസ്റ്റത്തിന്റെ റെഡ്യൂസ്ഡ് മാസ് ആണ്. റെഡ്യൂസ്ഡ് മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ്ഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ലാംഡ ഓഫ് എച്ചും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? റെഡ്യൂസ്ഡ് മാസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അടുത്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പോസിട്രോണിയത്തിന്റെയും ഹൈഡ്രജന്റെയും റെഡ്യൂസ്ഡ് മാസ് ആണ്. ആദ്യമേ നമുക്ക് നോക്കാം ഹൈഡ്രജന്റെ റെഡ്യൂസ്ഡ് മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഹൈഡ്രജന്റെ റെഡ്യൂസ്ഡ് മാസ്, ഹൈഡ്രജനിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ അതിന്റെ റെഡ്യൂസ്ഡ് മാസ് നമ്മൾ എഴുതുമ്പോൾ mp ടൈംസ് me ഡിവൈഡഡ് ബൈ m of p പ്ലസ് m of e. അഗൈൻ റെഡ്യൂസ്ഡ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? എങ്ങനെയാണ്? രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ഈക്വൽ ആണ്. mp me ഏത് രണ്ട് മാസ് ആയിക്കോട്ടെ, m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതാണ് റെഡ്യൂസ്ഡ് മാസിന്റെ എക്സ്പ്രഷൻ. നമ്മൾ ഹൈഡ്രജന്റെ റെഡ്യൂസ്ഡ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഹൈഡ്രജന്റെ റെഡ്യൂസ്ഡ് മാസ് ഇങ്ങനെയാണ്. സിമിലർലി നമ്മുടെ പോസിട്രോണിയത്തിനും ഒരു റെഡ്യൂസ്ഡ് മാസ് ഉണ്ടാവും. പോസിട്രോണിയം ആണെങ്കിൽ രണ്ട് ഇലക്ട്രോണുകളാണ്, അതായത് ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും. അവർ ആന്റി പാർട്ടിക്കിളൊക്കെ ആണെങ്കിലും അവരുടെ മാസ് സെയിം അല്ലേ? സോ അതുകൊണ്ട് m of e, സോ ഡിവൈഡഡ് ബൈ താഴെ m of e പ്ലസ് m of e, സോ 2 ടൈംസ് m of e. ഇവിടെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. ഞാനിവിടെ എൻ്റെ ഡിനോമിനേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നിന്ന് എനിക്ക് m of p ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഇൻ ദാറ്റ് കേസ് ഐ വിൽ ഗെറ്റ് m of p m of e ഡിവൈഡഡ് ബൈ m of p ടൈംസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് m of e യിൽ നിന്ന് m of p പുറത്തേക്ക് എടുത്താലോ m of e ഡിവൈഡഡ് ബൈ m of p. ആക്ച്വലി this proton is much heavier than our electron. ഇലക്ട്രോൺ വളരെ ഇത്തിരി കുഞ്ഞനാണല്ലോ. പ്രോട്ടോൺ അയാളെക്കാൾ എത്രയോ മാസീവ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫറൻസ് ഓൾമോസ്റ്റ് 1836 ടൈംസ് മാസീവ് ആണ്. ആരെക്കാളും? ഇലക്ട്രോണിനെക്കാളും നമ്മുടെ പ്രോട്ടോൺ. സോ അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ ഇലക്ട്രോണിനെക്കാളും ഇത്രയും ഹെവിയർ ആയതുകൊണ്ട് ഈ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ mp ക്യാൻസൽ ആയിപ്പോയി. സോ ഡിനോമിനേറ്ററിൽ എനിക്ക് 1 മാത്രമാണ് അവശേഷിക്കുന്നത്. ദാറ്റ് മീൻസ് the reduced mass of hydrogen is approximately equal to mass of, അതായത് reduced mass of electron in hydrogen, that is approximately equal to mass of electron. അങ്ങനെയാണെങ്കിൽ അടുത്തത് എനിക്ക് പോസിട്രോണിയത്തിന്റെ reduced mass കാൽക്കുലേറ്റ് ചെയ്യണം. സോ mu of p that is equal to me divided by 2 times me, and also ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് me ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഐ വിൽ ഗെറ്റ് me divided by 2 എന്ന് കിട്ടുന്നു. ഇത്രയും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ റെഡ്ബർഗ് കോൺസ്റ്റന്റിന് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നമ്മളുടെ മ്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mu of p ഡിവൈഡഡ് ബൈ mu of h എന്ന് എഴുതാം. സോ ഹൈഡ്രജന്റെ കേസിലുള്ള ഇലക്ട്രോണിന്റെ റെഡ്യൂസ്ഡ് മാസ് ആൻഡ് പോസിട്രോണിയത്തിന്റെ കേസിലുള്ള ഇലക്ട്രോണിന്റെ റെഡ്യൂസ്ഡ് മാസ്. സോ നൗ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഞാൻ എൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഫൈനലി ഗെറ്റ് വാട്ട് വിൽ ബി മൈ റിസൾട്ട്. എത്രയായിരിക്കും എൻ്റെ റെഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടുക? സോ ഐ വിൽ ഗെറ്റ് ലാംഡ ഓഫ് p is equal to, that will be equal to 2 times lambda of h എന്ന് എനിക്ക് കിട്ടുന്നു. സോ ദാറ്റ് വിൽ ബി മൈ ആൻസർ. സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ രണ്ടാളും തമ്മിലുള്ള റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ലാംഡ ഓഫ് p will be equal to 2 times lambda of h എന്ന് കിട്ടുന്നു. സോ 2 times ആയിരിക്കും. സോ twice the hydrogen spectral lines. So that will be the answer. So lambda of p is equal to 2 times lambda of h. കാണുമ്പോൾ പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പ്രോബ്ലത്തിന്റെ കീ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന്. നിങ്ങൾക്ക് അറിയേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ mu
ഈ ചാർജ് വേരി ചെയ്യില്ല, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. എച്ച്, സി, എപ്സിലോൺ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ മാസിനെ അപേക്ഷിച്ച് മാത്രമാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് മാറുന്നത്. ആരുടെ മാസ്? മാസ് ഓഫ് ഇലക്ട്രോൺ. സോ റെഡ്യൂസ്ഡ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ കാൽക്കുലേറ്റ് ചെയ്യണം. റെഡ്യൂസ്ഡ് മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് തന്നിരിക്കുന്നത് പോസിട്രോണിയം അല്ല, മറ്റേതെങ്കിലും സിസ്റ്റം ആണെങ്കിൽ അതിന്റെ കേസിലുള്ള റെഡ്യൂസ്ഡ് മാസ് ഓഫ് ഇലക്ട്രോണും കാൽക്കുലേറ്റ് ചെയ്യണം. നൗ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഈ തന്നിരിക്കുന്ന റെഡ്യൂസ്ഡ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. സോ യൂസിങ് ദാറ്റ് തിങ്, ആ ഒരു എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് നമുക്ക് അവരുടെ ലാംഡ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അഗെയിൻ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് അറിയുന്നുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. ഓക്കെ, സോ എനിവേ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle limited to the x-axis has a wave function തന്നിട്ടുണ്ട്, and between x is equal to 0 and x is equal to 1, psi is equal to 0 elsewhere, the expectation value of x of particle's position. So നമുക്കൊരു പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്, പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് എവിടെയാണ് ആ പാർട്ടിക്കിൾ ഉള്ളതെന്ന് തന്നിട്ടുണ്ട്. സോ പാർട്ടിക്കിൾ ഏത് ഡൊമൈനിലാണുള്ളത്? ഹി ഈസ് ദയർ ഇൻ x is equal to 0 to x is equal to 1. സോ വൺ ഡയമെൻഷനിലാണ്, വൺ ഡയമെൻഷനിൽ നമുക്ക് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ x is equal to 0 മുതൽ x is equal to 1 വരെയുള്ള സ്പേസിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. സോ ഈ ഒരു ഡൊമൈനിൽ പാർട്ടിക്കിളിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ വാല്യൂ? എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ആണ്. സോ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഏതാണോ ഡൊമൈൻ ഫ്രം 0 to 1, psi star x ഏതാണോ ഓപ്പറേറ്റർ, ഇവിടെ നമുക്ക് പൊസിഷൻ ഓപ്പറേറ്റർ ആണ്. സോ x ക്യാപ് psi dx. സോ വൺ ഡയമെൻഷനിൽ ആയതുകൊണ്ട് നമ്മൾ dx എന്ന് എഴുതുന്നു, 3 ഡയമെൻഷനിൽ ആയിരുന്നെങ്കിൽ നമ്മൾ dτ എന്ന് എഴുതിയേനെ. ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് തന്നിട്ടുള്ള വേവ് ഫംഗ്ഷൻ psi is equal to ax എന്നുള്ളതാണ്. സോ നമ്മുടെ വേവ് ഫംഗ്ഷൻ ആക്ച്വലി ജനിച്ചപ്പോൾ തന്നെ വേവ് ഫംഗ്ഷൻ ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. സോ റിയൽ ഫംഗ്ഷന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? അത് റിയൽ ഫംഗ്ഷൻ തന്നെയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാവില്ല. സോ psi സ്റ്റാറും എത്ര തന്നെയായിരിക്കും? a of x തന്നെയായിരിക്കും. ആ ഒരു ഇന്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ വിൽ ബി ഈക്വൽ ടു, സോ ഇന്റഗ്രൽ 0 to 1, what is the value of psi? That is ax. So psi starന്റെ വാല്യൂ ax ആയിരിക്കും, x ടൈംസ് psiയുടെ വാല്യൂ എന്തായിരിക്കും? That will be again ax. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൺസ്റ്റൻസ് ഒക്കെ മെല്ലെ നമ്മളുടെ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. a സ്ക്വയർ ഇന്റഗ്രൽ 0 to 1 x സ്ക്വയർ x ക്യൂബ് dx എന്ന് കിട്ടും, കാരണം 3x ഉണ്ട്. സോ x ക്യൂബ് dx എന്ന് കിട്ടുന്നു. സോ a സ്ക്വയർ x to the power of 4 divided by 4. Now simple integration ആണ്. സോ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4, സോ 1 minus 0. സോ a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ദാറ്റ്സ് മൈ ആൻസർ. ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ ബൈ 4. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ക്വാണ്ടം മെക്കാനിക്സിലുള്ള എക്സ്പെക്ടേഷൻ വാല്യൂ ഇതുപോലത്തെ പ്രോബ്ലം ഉണ്ടാവും. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടാവും. അഗെയിൻ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നോർമലൈസേഷൻ എന്ന് വെച്ചാൽ നോം 1 ആകണം. എന്താണ് നോം എന്ന് വെച്ചാൽ? സോ ദിസ് ഇസ് നോം, ഇത് നമ്മുടെ ബ്രാക്കറ്റ് നൊട്ടേഷൻ ആണ്. ഇതിനെ നമ്മൾ ആക്ച്വൽ നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കി എഴുതിയാൽ ഏതാണോ ഡൊമൈൻ, ഫോർ എക്സാമ്പിൾ -∞ to ∞ ആയിരിക്കും. psi സ്റ്റാർ psi dx എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഫോർ 1 ഡയമെൻഷൻ, എന്നിട്ട് ഇത് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നമ്മളുടെ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് എക്സ്ട്രാ വരും. സോ അതിനെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കിട്ടും. എ വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി നോർമലൈസ്ഡ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. അത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് ഉണ്ടാകേണ്ട ഒരു യോഗ്യതയാണ്. ദേ മസ്റ്റ് ബി നോർമലൈസ്ഡ്. സോ എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, മൂവിംഗ് ഫോർവേഡ്. The nuclear magneton is given mu of n. Mu of n is known as nuclear magneton. Nuclear magneton എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് മാഗ്നറ്റോൺസിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഒന്ന് ന്യൂക്ലിയർ മാഗ്നറ്റോണും 2 ബോർ മാഗ്നറ്റോണും. സോ വാട്ട് ഈസ് ആക്ച്വലി ദിസ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ? ആദ്യം എന്താണ് ബോർ മാഗ്നറ്റോൺ എന്ന് പറയാം. mu of b that is equal to EH cut divided by 2 times mass of electron. Actually it is a type of E/m ratio. ഇലക്ട്രോണിന്റെ ഒരു E/m റേഷ്യോ ആണ്. ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇലക്ട്രോണിന്റെ E/m നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഈസ് ആക്ച്വലി E/m. അതിനെ നമ്മൾ ഒന്ന് ക്വാണ്ടൈസ് ചെയ്യാണ്, h cut divided by 2. സോ ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, E/m അതിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്നു. സോ ചാർജ് ഈസ് ഓൾറെഡി ക്വാണ്ടൈസ്ഡ്. സോ E/m h cut divided by 2. സോ സിമിലർലി ഇത് ബോർ മാഗ്നറ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു സിംഗിൾ ഇലക്ട്രോണിന്റെ സ്പിൻ മൂലം അതിന് കിട്ടുന്ന ഒരു മാഗ്നറ്റ്. നമുക്കറിയാം ഇലക്ട്രോൺ ചാർജ് ആണല്ലോ, ഇലക്ട്രോൺ സ്വയം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ആൾ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതുമൂലമല്ല ആ ഇലക്ട്രോൺ മൂലം അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ മാഗ്നറ്റിക് എഫക്റ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന mu b പറയുന്നത്. അതായത്
നമ്മളുടെ ഓരോ ഇലക്ട്രോണും ഒരു കുഞ്ഞ് മാഗ്നറ്റിക് ഡൈപോൾ പോലെ ആക്ട് ചെയ്യുന്നു. ആ ഡൈപോളിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് രണ്ട് തരം മോഷൻ കൊണ്ടുണ്ടാവാം. ഒന്ന്, ഈ ഇലക്ട്രോൺ നമ്മളുടെ ന്യൂക്ലിയസിനെ പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ടുണ്ടാവാം. രണ്ട്, ഇലക്ട്രോൺ സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതുമൂലവും ഉണ്ടാവാം. പക്ഷേ നമ്മുടെ കഥയിൽ നമ്മുടെ ഇലക്ട്രോണിനെ പറ്റിയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, മറിച്ച് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ ഇലക്ട്രോണിന്റെ കേസ് ഇങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്തായിരിക്കും? യു ക്യാൻ ഗസ് ദാറ്റ്. എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ആണ് ഓഫ് കോഴ്സ്. സോ mu of n, ഇത് ബോർ മാഗ്നറ്റോൺ എന്നറിയപ്പെടുന്നു. എന്തായിരിക്കും? അഗെയിൻ അതും ഈ h cut divided by 2 times m ആണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്, മാസ് ഓഫ് പ്രോട്ടോൺ. സോ ദിസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. ഇലക്ട്രോണിന്റെ കേസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ന്യൂക്ലിയർ മാഗ്നറ്റോണിന്റെ കേസിലും പറയാനുള്ളത്. നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അഗെയിൻ അത് ആരുടെയും ചുറ്റും കറങ്ങുന്നില്ല, പക്ഷേ എന്നാലും അത് സ്വയം സ്പിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാർട്ടിക്കിൾസിന് സ്പിൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ പ്രോട്ടോണിനെ നമ്മൾ ഫെർമിയോൺ എന്ന് വിളിക്കുന്നത്. സോ ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ഉള്ള ആളായതുകൊണ്ടാണ്. സോ എനിവേ പ്രോട്ടോൺ സ്പിൻ ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലമായിട്ട് പ്രോട്ടോണിന് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. പ്രോട്ടോൺ ഈസ് ഓൾസോ എ ടൈനി മാഗ്നറ്റിക് ഡൈപോൾ. സോ അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ മാഗ്നറ്റോണിന്റെ വാല്യൂ. അഗെയിൻ ദിസ് ഇസ് എ ക്വാണ്ടൈസ്ഡ് വാല്യൂ, E divided by mp h cut divided by 2. എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ക്വാണ്ടൈസേഷൻ ഫാക്ടർ. സോ നിങ്ങൾ പിന്നീട് വലിയ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഈ യൂണിവേഴ്സിന്റെ സ്കെയിലാണ് ഈ എച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക് വളരെ ആക്സിഡന്റലി ചെയ്തൊരു കണ്ടുപിടുത്തമാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ സമയത്ത്. പക്ഷേ എച്ച് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലാണ് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യപ്പെടുന്നത്. സോ നമ്മളുടെ എല്ലാ യൂണിറ്റുകളും ഇന്ന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ബേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് നേച്ചർ. Anyway, moving forward, the radius of a nucleus depends on the mass number A. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസും അതിന്റെ മാസ് നമ്പറും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ എന്താണ്? R is equal to R0 times a to the power of 1/3 എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇതിൽ R0 എന്താണ്? That is called the nuclear radius parameter. So approximately 1.2 femtometers ആണ് for lighter nuclei. And R is equal to R0 times a to the power of 1/3 ആയതുകൊണ്ട് what will be that? A to the power of, so there is a problem in this option, so it's actually a to the power of 1/3 ആണ്. Okay, so a to the power of 1/3 വളരെ വെൽ നോൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. So a to the power of 1/3. Moving forward to the next question, the parity is not conserved in. താഴെ തന്നിട്ടുള്ള ഏത് റിയാക്ഷനുകളിലാണ് പാരിറ്റി കൺസേർവ്ഡ് ആയിട്ടുള്ളതെന്നാണ്. സോ നമുക്കറിയാം ഇതിൽ ഒരു റിയാക്ഷനിൽ പോലും പാരിറ്റി കൺസേർവ്ഡ് ആവുന്നില്ല. ആൽഫ ഡി കെ ആയാലും ബീറ്റ ഡി കെ ആയാലും ഗാമ ഡി കെ ആയാലും ഒന്നിലും പാരിറ്റി കൺസേർവ്ഡ് ആവുന്നില്ല. സോ അഗെയിൻ വാട്ട് ഈസ് പാരിറ്റി? പാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഇൻവേർഷൻ ആണ്. അതായത് നമ്മളുടെ ഈ കാണുന്ന XYZ സ്പേസിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള മറ്റൊരു സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വെക്ടറുകൾക്ക് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നൗ വെക്ടറിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പാരിറ്റി കൺസേർവ്ഡ് ആണെന്ന് പറയും. നൗ ഇഫ് ദ വെക്ടർ ചേഞ്ചസ്, പാരിറ്റി ചേഞ്ചസ്. നമ്മൾ CPT വയലേഷൻ ആ തീരങ്ങളൊക്കെ പഠിച്ചതാണ് പാർട്ടിക്കിൾ ഫിസിക്സിൽ. സോ എനിവേ ഈ തന്നിട്ടുള്ള റിയാക്ഷനുകളിൽ ഒന്നും പാരിറ്റി കൺസേർവ്ഡ് ആവുന്നില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ അഗെയിൻ മറ്റൊരു പ്രോബ്ലം ആണ് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്നുള്ള. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് ആൻഡ് 10 to the power of 3 റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകളാണ് ഉള്ളത് ടുഡേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലാകെ 10 to the power of 3 റേഡിയോ ആക്റ്റീവ് സാമ്പിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ദ നമ്പർ ഓഫ് സച്ച് ന്യൂക്ലിയൈ ഇൻ ദ സാമ്പിൾ 4 into 10 to the power of 9 years ago. സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറുള്ളത് ആദ്യം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ സാമ്പിളിൽ ഇത്ര പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? പ്രൊവൈഡഡ് നമുക്ക് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണഗതിയിൽ ചോദിക്കാറ്. ഇവിടെ നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ? അതായത് ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും കാലം മുന്നേ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ, നമ്മുടെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. എന്താണ്? n is equal to n0 e to the power of minus lambda t. ആൻഡ് റേഡിയോ ആക്ടിവിറ്റിക്കും സെയിം എക്സ്പ്രഷൻ ആണ്. R is equal to R0 e to the power of minus lambda t. അതായത് ഒരു മെറ്റീരിയൽ എടുത്താൽ, റേഡിയോ ആക്റ്റീവ് സാമ്പിൾ എടുത്താൽ, ആ റേഡിയോ ആക്റ്റീവ് സാമ്പിളിലെ നമ്പർ ഓഫ് ഐസോട്ടോപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അത് എന്ത് ചെയ്യാണ്? ആ റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഡീകേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ അറ്റ് എനി ടൈം t നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഓൾസോ ഇതിന്റെ ആക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് റീസൺ? ആക്ടിവിറ്റി എന്നുള്ളത് എത്ര റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അല്ലെങ്കിൽ എത്ര റേഡിയോ ആക്റ്റീവ് ആറ്റംസ് പ്രസന്റ് ആണ് എന്നുള്ളതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ തന്നിരിക്കുന്ന നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് എക്സ്പോണൻഷ്യലി കുറയല്ലേ. സോ അതുകൊണ്ട് ആ മെറ്റീരിയലിന്റെ ആക്ടിവിറ്റിയും എക്സ്പോണൻഷ്യലി കുറയും വിത്ത് ടൈം. സോ അതുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. എനിവേ നമുക്ക് എന്തായാലും ഈ എക്സ്പ്രഷൻ വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അഗെയിൻ നമുക്കിവിടെ തന്നിട്ടുള്ളത്
ഈ ഒരു ഫാക്ടറാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇത് തന്നിട്ടുണ്ടാവും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. നേരെ തിരിച്ച് ചോദിച്ചു എന്നുള്ളൂ. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് എന്തായാലും എഴുതി നോക്കാം. സോ എന്നിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇപ്പോൾ 10⁻³ റേഡിയോ ആക്റ്റീവ് സാമ്പിൾസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു N0 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ. സോ e⁻⁻⁻ ടൈം എന്നുള്ളതിന് പകരം വി ക്യാൻ റൈറ്റ് ആസ് 4 × 10⁻9 എന്ന് എഴുതാം. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലാംഡ? ലാംഡ ഈസ് ഈക്വൽ ടു log 2 ഡിവൈഡഡ് ബൈ t½ വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് n ഈസ് ഈക്വൽ ടു N0 e⁻⁻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 10⁻³ ഈസ് ഈക്വൽ ടു N0 ടൈംസ് e⁻t എത്ര വർഷമാണ് നമുക്ക് തന്നിട്ടുള്ളത്? t is given as 4 × 10⁻9 years. So 4 × 10⁻9 years times ലാംഡ എന്നുള്ളത് log 2 ഡിവൈഡഡ് ബൈ t½ എത്ര വർഷമാണ് തന്നിരിക്കുന്നത്? ഹാഫ് ലൈഫ് ഈസ് ഗിവൺ ബൈ 4 × 10⁸ years ആണ് ഹാഫ് ലൈഫ് ആയിട്ട് തന്നിട്ടുള്ളത്. സോ 4 × 10⁸ years. എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് N0 ടൈംസ് e⁻⁻10 log 2 എന്ന് കിട്ടുന്നു. Now അങ്ങനെയാണെങ്കിൽ N0 ഈ ലോഗിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ലോഗിന്റെ മുന്നിൽ ആര് വന്നാലും അയാളെ എടുത്തിട്ട് മച്ചിന്റെ മേലെ വയ്ക്കും. എങ്ങനെ? അതായത് a log x എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? log x raised to a എന്ന് എഴുതാൻ പറ്റും. യൂസിങ് ദാറ്റ് പ്രോപ്പർട്ടി എനിക്ക് ഈ -10നെ മച്ചിന്റെ മേലെ കയറ്റി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ലോഗരിതം ഓഫ് 1/2. സോ 2 to the power of -1 1/2 ആണല്ലോ, 10 എന്ന് എഴുതാം. Now e⁻ log എന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി ഈ ഫാക്ടർ എന്താണോ അതാണ്. സോ ലോഗും ഈയും ക്യാൻസൽ ആയി പോകുന്നു പരസ്പരം. ക്യാൻസൽ ആവുന്നല്ല, അവരുടെ ഒരു പ്രോപ്പർട്ടി ആണത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് 1/2 all to the power of 10. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് N0 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ N0 കാൽക്കുലേറ്റ് ചെയ്യാൻ N0 വിൽ ബി ഈക്വൽ ടു 2 to the power of 10 ടൈംസ് 10 to the power of 3 എന്നാണ് എനിക്ക് കിട്ടുന്നത്. സോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് N0 വിൽ ബി ഈക്വൽ ടു 1024 ടൈംസ് 10 to the power of 3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് മൈ ആൻസർ, 1024 ടൈംസ് 10 to the power of 3. ഇത്രയും ആയിരിക്കും നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് സാമ്പിൾസ് വിച്ച് വാസ് പ്രസന്റ് ദിസ് മച്ച് ഇയേഴ്സ് എഗോ. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇതായിരുന്നു. ഇപ്പോൾ അത് ഡീകേ ചെയ്തിട്ട് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 10 to the power of 3 സാമ്പിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 1024 നിന്ന് 1 ആയിട്ട് മാറി. സോ അതാണ് ഡിഫറൻസ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. അഗെയിൻ നമുക്ക് അറിയാവുന്ന കാൽക്കുലേഷൻ മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് വൺ, ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. റൈലെ ജീൻസ് ലോ ഈസ് ഡെഡ്യൂസ്ഡ് ഫ്രം പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല അണ്ടർ വാട്ട് കണ്ടീഷൻ? അഗെയിൻ എന്താണ് ഈ രണ്ട് ലോസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് റൈലെ ജീൻസ് ലോയും പ്ലാങ്ക്സ് ലോയും, ഇത് രണ്ടും നമ്മളുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റി പഠിച്ചവയാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം പറഞ്ഞത് റൈലെ ജീൻസ് പ്രിൻസിപ്പിൾ ആണ്. പക്ഷേ അതിനെന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ കൊണ്ടുവന്നത്. ആദ്യമേ തന്നെ നമുക്ക് രണ്ട് ലോസ് ഒന്ന് എഴുതി നോക്കാം. അതായത് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല എന്തായിരുന്നു? u of lambda d lambda energy density. So that will be equal to 8 pi hc divided by lambda to the power of 5 and 1 divided by e to the power of hc divided by lambda kbt. ഈ kb എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. സോ -1. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ പ്ലാങ്ക്സ് ഇക്വേഷൻ ഫോർ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നൗ റൈലെ ജീൻസ് എക്സ്പ്രഷനും കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. u of lambda d lambda equal to ചെറിയ വ്യത്യാസങ്ങളാണ് 8 pi kbt divided by lambda to the power of 4 d lambda എന്നുള്ളതാണ് എക്സ്പ്രഷൻ. സോ ഈ ഒരു എക്സ്പ്രഷൻ ആയിട്ട് ചുരുങ്ങുന്നത് എപ്പോഴാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ നമുക്ക് കുറേ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് കണ്ടെത്താൻ ഒന്നുകിൽ നിങ്ങൾ ഇതിൽ ചെറിയ മാത്തമാറ്റിക്സ് ചെയ്ത് നോക്കണം, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്ച്വലിയും കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഓർമ്മയുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്പെക്ട്രം ഓർത്തില്ലെങ്കിലും ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഓർത്തിരിക്കണം. ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൽ നമുക്കറിയാം. സോ ഹിയർ ഈസ് ലാംഡ വേവ് ലെങ്ത് ഈ ആക്സിസിൽ, ഇവിടെ ഇൻറ്റൻസിറ്റി ആണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. അത് ചിലപ്പോൾ പവറിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എനിവേ ഇൻറ്റൻസിറ്റി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഇറ്റ് ഈസ് സംവോട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. ആൻഡ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് നൗ ഈ ഒരു റീജിയനിലാണ് നമ്മളുടെ 5000 കെൽവിൻ. സോ 5000 കെൽവിനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് റേഡിയേഷൻസ് കാണുന്നത്? വിസിബിൾ റേഡിയേഷൻസിൽ നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പീക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വി ഹാവ് UV റീജിയൻ, ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വി ഹാവ് IR റീജിയൻ. ഇതിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് നമ്മളുടെ പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ അനുസരിച്ചിട്ടുള്ള ബ്ലാക്ക് ബോഡി സ്പെക്ട്രമാണ്. ഇതിൽ റൈലെ ജീൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെയായിരിക്കും. അതായത് ആസ് വേവ് ലെങ്ത് ഡിക്രീസസ്
എന്ത് സംഭവിക്കുന്നു? ഇന്റൻസിറ്റി മാക്സിമൈസ്ഡ് ആവുന്നു. അൾട്രാവയലറ്റ് റീജിയനിലേക്ക് വരുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റി മാക്സിമം ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അൾട്രാവയലറ്റ് കാറ്റസ്ട്രോഫി എന്ന് വിളിച്ചത്. നൗ യൂസിങ് ദാറ്റ് പ്രിൻസിപ്പിൾ അൾട്രാവയലറ്റ് റീജിയനിലേക്ക് വരുമ്പോൾ ലാംഡ കുറയുന്ന സമയത്ത് ഇന്റൻസിറ്റി പീക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് റീജിയണിലാണ് നമ്മളുടെ ഈ തന്നിരിക്കുന്ന മാക്സ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോയും അതുപോലെ തന്നെ റയലേ ജീൻസ് പ്രിൻസിപ്പിളും ഈക്വൽ ആവുന്നത് ഏത് റീജിയനിലാണ്? ഈ റീജിയനിലാണ്, അതായത് ഹയർ ലാംഡ. ഓക്കെ, ഹയർ ലാംഡ റീജിയനിലാണ്, ഹയർ വേവ് ലെങ്ത് റീജിയനിലാണ് ഈ തന്നിരിക്കുന്ന നമ്മുടെ പ്ലാങ്ക്സ് ലോയും അതുപോലെ തന്നെ നമ്മളുടെ റയലേ ജീൻസ് പ്രിൻസിപ്പിളും ഈക്വൽ ആവുന്നത്. ലോവർ വേവ് ലെങ്ത് സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് രണ്ടാളും തമ്മിലുള്ള എഗ്രിമെന്റ് കുറയുന്നു. റയലേ ജീൻസ് പറയുന്നു it is going to explode when we are going into ultraviolet region. That is called ultraviolet catastrophe. Now ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ലാംഡ. സോ ഇവിടുത്തെ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ കെ ബി ടി. സോ എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ കെ ബി ടി, ഇതാണ് ആരുടെ? നമ്മളുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പവർ ആയിട്ട് വരുന്നത്. ഇങ്ങനെ കിട്ടിയിരിക്കുന്നതിൽ ഈ തന്നിരിക്കുന്ന ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫാക്ടർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ ഫാക്ടർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലാംഡ ടീം ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ ഫാക്ടർ വിൽ ബി വെരി സ്മോൾ. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഫംഗ്ഷൻ്റെ, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ അതിനെ നമ്മൾ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താലും ഐ വിൽ ഗെറ്റ് 1 + x സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ അങ്ങനെ കിട്ടുന്നു. സോ അതിൽ ഫസ്റ്റ് ടേംസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ഐ ക്യാൻ റൈറ്റ് എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ കെ ബി ടി എന്ന് എഴുതാം. ആർക്ക് പകരം പ്ലസ് എക്സെട്ര. ഹയർ ടേംസിന് ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നു ബിക്കോസ് അവരെല്ലാം വളരെ ചെറുതായിരിക്കും, കാരണം ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ വളരെ വളരെ വലുതായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിനോമിനേറ്ററിലുള്ള ഇ ടു ദ പവർ ഓഫ് എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ കെ ബി ടി -1 എന്നുള്ള ഫംഗ്ഷന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എച്ച് സി ഡിവൈഡ് ബൈ ലാംഡ കെ ബി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ ഡിനോമിനേറ്ററിലുള്ള മൊത്തം ഫംഗ്ഷൻ എന്തായിട്ട് മാറുന്നു? എച്ച് സി ഡിവൈഡ് ബൈ ലാംഡ കെ ബി ടി എന്നായിട്ട് മാറുന്നു. നൗ ഈ ഫംഗ്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ മേലേക്ക് പോയിട്ട് ഒരു ലാംഡ ക്യാൻസൽ ആവുന്നു. സോ ലാംഡ ടു ദ പവർ ഓഫ് 4 വരുന്നു. എച്ച് സി ഡിവൈഡ് ബൈ കെ ബി ടി ഡിവൈഡ് ബൈ ലാംഡ ടു ദ പവർ ഓഫ് 4 കിട്ടുന്നു. നൗ മാത്തമാറ്റിക്കലി എങ്ങനെ ചെയ്യാം, ബട്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതായാലും മറ്റേ രീതിയും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു. ഈ തന്നിരിക്കുന്ന എക്സ്പോണൻഷ്യലിനെ എക്സ്പാൻഡ് ചെയ്യാം, സീരീസ് എക്സ്പാൻഡ് ചെയ്യാം. 1 + x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇതാണ് എക്സ്പാൻഷൻ. ഇവിടെ എക്സിന് പകരം എന്താണ്? എച്ച് സി ഡിവൈഡ് ബൈ ലാംഡ കെ ബി ടി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. -1. സോ ഈ +1ഉം ഈ -1ഉം കൂടി ക്യാൻസൽ ആയി പോകുന്നു. കുറച്ച് ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് കളയാനായിട്ടുണ്ടാവും. ദെൻ ഫൈനലി യു വിൽ ഗെറ്റ് എന്ത് കിട്ടുന്നു? അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, എന്തായാലും അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകണ്ട. ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. ഓക്കെ, മൂവിങ് ഫോർവേഡ്. ദ റേഡിയോആക്റ്റീവ് ഡി കെ സീരീസ് ബിഗിൻസ് വിത്ത്, ഇതാണ് ഒരു റേഡിയോആക്റ്റീവ് സീരീസ് തുടങ്ങുന്ന ഫസ്റ്റ് ഐസോടോപ്പ്. ദെൻ അത് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ദ നമ്പർ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റഡ് ഇൻ ദ ചെയിൻ ആർ റെസ്പെക്റ്റീവ്ലി. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ നമുക്ക് ആൽഫ ഡി കെ നടക്കാം, ബീറ്റ ഡി കെ നടക്കാം. നമ്മൾ നമ്മുടെ സ്റ്റെബിലിറ്റി കർവ് വരച്ചിരുന്നു അല്ലേ? അതായത് നമ്മളുടെ എൻ വേഴ്സസ് സെഡ് കർവ് അല്ലെങ്കിൽ സെഡ് വേഴ്സസ് എൻ കർവ് വരച്ചിരുന്നു. ഇതായിരുന്നു രണ്ടും ഈക്വൽ ആകുന്ന ആ ഒരു ലൈൻ. നൗ നമുക്കൊരു സ്റ്റെബിലിറ്റി, വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി ഉണ്ട്. അതിൽ നിന്ന് കുറേ നമ്മുടെ ന്യൂക്ലിയസുകൾ ഈ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റിക്കുള്ളിലുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾ പല രീതിയിൽ അതിനുള്ളിൽ നിന്ന് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യാം. എമിറ്റ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി, വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റിയിലേക്ക് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന മെയിൻ പ്രോസസ്സ് ഏതൊക്കെയാണ്? ഒന്നുകിൽ ആൽഫ ഡി കെ നടത്താം, അതായത് ഒരു ആൽഫ പാർട്ടിക്കിളിനെ പുറത്തേക്ക് കളയാം, അല്ലെങ്കിലോ ഒരു ബീറ്റ ഡി കെ നടത്താം. സോ നൗ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ന്യൂക്ലിയസ് ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ലെഡ് ആയിട്ട് മാറുന്നത്. വളരെ ഹയർ എനർജി അല്ലെങ്കിൽ വളരെ ഹയർ മാസ് നമ്പർ ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫിഷന് പോകാൻ പറ്റും. വളരെ ലോവർ ലെവലിലുള്ളതാണെങ്കിൽ അവർക്ക് ഫ്യൂസ് ചെയ്യാനും പറ്റും. സോ ഫിഷൻ, ഫ്യൂഷൻ, അതുപോലെ തന്നെ ആൽഫ എമിഷൻ, ബീറ്റ എമിഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട്. ബീറ്റ പ്ലസ് ഉണ്ടാവാം, ബീറ്റ മൈനസ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇവർ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഇതിൽ ആൽഫയും ബീറ്റയും മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ആൽഫ എത്ര ബീറ്റ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് തോറിയം 232 ആണ് തന്നിരിക്കുന്നത് ആൻഡ് എൻഡിങ് വിത്ത് ലെഡ് 208 ആൻഡ് അവരുടെ അറ്റോമിക് നമ്പേഴ്സ് വന്നിട്ടുണ്ട് 92 ആൻഡ് 82. സോ എമിറ്റ് ചെയ്യപ്പെടുന്നത് ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ആണ് നമുക്കറിയാം. ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? സോ ദാറ്റ് ഈസ് 4 ഹൈഡ്രജൻ അല്ല ഹീലിയം. 4 ഹീലിയത്തിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മാസ് നമ്പേഴ്സ് ഈക്വൽ ആവുന്നു എന്ന് നമുക്ക് നോക്കണം. സോ ആദ്യം ഡെൽറ്റ ഓഫ് സെഡ് എത്രയാണെന്ന് നോക്കണം. ഡെൽറ്റ ഓഫ് സെഡ് എന്ന് പറയുന്നത് 92 - 82 ആണ്. ദാറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 10 ആണ്. അടുത്തത് ഡെൽറ്റ ഓഫ് എ എത്രയാണെന്ന് നോക്കണം. 232 - 208 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 24 ആണ്.
നമ്മൾ അങ്ങനെയാണെങ്കിൽ എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൽറ്റ ഓഫ് എ മാച്ച് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് നമ്പർ 4 ആണ്. അങ്ങനത്തെ എത്ര ആൽഫ പാർട്ടിക്കിൾ വേണം ഈ തന്നിരിക്കുന്ന 24 ഉണ്ടാക്കാനായിട്ട്? സോ 6 × 4 = 24. 6 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മാസ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആവും. പക്ഷേ അവരുടെ ആറ്റമിക് നമ്പറും ഈക്വൽ ആവണ്ടേ? സോ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ ആറ്റമിക് നമ്പർ 2 ആണ്. അങ്ങനത്തെ 6 ആൽഫ പാർട്ടിക്കിൾസ് പോയാൽ 6 × 2 ആകെ 12 നമ്പർ ആകെ നമ്മുടെ ഡെൽറ്റ ഇസഡ് നമുക്ക് കിട്ടണം. പക്ഷേ ഡെൽറ്റ ഇസഡ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇറ്റ്സ് ആക്ച്വലി 10. 2ൻ്റെ കുറവുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? സോ 2ൻ്റെ കുറവ് മാത്രമാണ് ഉള്ളത്. സോ ഇവിടെ 92 - 82. സോ 92 - 82 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 10ൻ്റെ കുറവാണ് ഉണ്ടാവുന്നത്. സോ എത്ര നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിൾസിന് അത് എമിറ്റ് ചെയ്യുന്നുണ്ടാവും? ബീറ്റ മൈനസ് ഡി കെ ആണ് നടക്കുന്നത്. ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുമ്പോൾ ന്യൂട്രോൺസ് എന്തായിട്ട് മാറുന്നു? പ്രോട്ടോൺസും ഇലക്ട്രോൺസുമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്നത്. സോ 6 ആൽഫ ഡി കെ നടത്തി കഴിഞ്ഞു. അടുത്തായിട്ട് 2 ബീറ്റ ഡി കെ ആണ് ഇതിന് നടത്തേണ്ടത്. 2 ബീറ്റ ഡി കെ നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂക്ലിയസ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റിലേക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ ഇസഡ് = 10 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നു. സോ 6 and 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അഗെയിൻ ഐ തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം ഇൻ ദിസ് ഓപ്ഷൻസ്. ഇറ്റ്സ് ആക്ച്വലി 6 and 2. തന്നിട്ടുള്ള വാല്യൂസ് അനുസരിച്ച് 92 and 82 ആണ്. സോ 6 and 2 ആണ്. So that's the correct answer. Okay, 6 and 2. Okay, moving forward. The photoelectric effect. The kinetic energy of the emitted electrons are depending upon what? Photoelectric effect la kinetic energy of the emitted electrons എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അഗെയിൻ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോ മോർ ഫർദർ എക്സ്പ്ലനേഷൻസ്. നമുക്കറിയാം എന്താണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. നമ്മളുടെ ഫോട്ടോൺ വരുന്നു, സർഫസിൽ ഹീറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽപ്പല്ലിബി മിഠായി പോലെയുള്ള കുറേ എനർജി പാക്കറ്റുകളാണ്. പാക്കറ്റ് വന്ന് സർഫസിൽ ഇടിച്ചാൽ പാക്കറ്റ് പൊട്ടുന്നു. എനർജി ആർക്ക് കിട്ടുന്നു? ഇലക്ട്രോൺസിന് കിട്ടുന്നു. ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു. ഈ കിട്ടുന്ന എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ വരുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ? ധാരാളം റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ലിബറേറ്റഡ്. കൂടുതൽ ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോകുന്നു. നമുക്കറിയാം ഒരു ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? E = hν ആണ്. സോ ഫ്രീക്വൻസിനെയാണ്, വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെയാണ് അത് ഡിപ്ലോയ് ചെയ്യുന്ന എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ആ പാക്കറ്റിൽ, ആ അൽപ്പല്ലിബി പാക്കറ്റിലുള്ള എനർജിയുടെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്. മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് വരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മോർ നമ്പർ ഓഫ് അൽപ്പല്ലിബി മിഠായിസ് ആർ കമ്മിങ്, അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് എനർജി പാക്കറ്റ്സ് ആർ കമ്മിങ്. ഈ എനർജി പാക്കറ്റുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ എനർജി പാക്കറ്റ്സ് പൊട്ടുന്നു, കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. സോ ഇന്റൻസിറ്റി മീൻസ് ഇന്റൻസിറ്റി ഈസ് റിലേറ്റഡ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. സോ ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ N of E. ഈ വരുന്ന ഇലക്ട്രോൺസിന്റെ എനർജി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ വരുന്ന റേഡിയേഷന്റെ എനർജിനെ, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഫോട്ടോൺസിന്റെ എനർജിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് ഇൻ കേസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്, ഈ പോകുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വരുന്ന റേഡിയേഷന്റെ എനർജി. വരുന്ന റേഡിയേഷൻ എനർജി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി. നൗ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ആണോ? അല്ല. എനർജിയും ഇന്റൻസിറ്റിയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ദ കേസ്. ബട്ട് നമ്മുടെ ക്ലാസിക്കൽ ഒപ്റ്റിക്സിൽ അങ്ങനെയല്ല കേട്ടോ. ക്ലാസിക്കൽ ഒപ്റ്റിക്സിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വേവിന്റെ ആംപ്ലിറ്റ്യൂഡുമായിട്ട് റിലേറ്റഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻ കേസ് എനർജിയുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഇന്റൻസിറ്റിയും എനർജിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് നമ്മുടെ ക്ലാസിക്കൽ ഒപ്റ്റിക്സിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ ഐൻസ്റ്റീൻ വന്നു, അദ്ദേഹം വന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സിനെ നമ്മളുടെ ലൈറ്റിന്റെ കേസിലേക്ക് കൊണ്ടുവന്നു. അവിടെ നമ്മൾ പറഞ്ഞു ഇന്റൻസിറ്റി ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ എനർജി. എനർജിയും ഇന്റൻസിറ്റിയും തമ്മിൽ റിലേഷൻ ഇല്ല. ഇന്റൻസിറ്റിയും നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും തമ്മിലാണ് റിലേഷൻ എന്ന് പറഞ്ഞു. നൗ എനർജി ഈസ് റിലേറ്റഡ് ടു ദ ഫ്രീക്വൻസി. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ അല്ല, ടൈം ഓഫ് എക്സ്പോഷർ അല്ല. ദെൻ ഫൈനൽ ആൻസർ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ആണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം, അറിയാവുന്ന കാര്യം. അഗെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുക. എന്തൊക്കെയാണ് അതിലെ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് പറയുന്നത്. അഗെയിൻ അതിന്റെ കൺസെപ്റ്റ്, ആ പിക്ചർ മനസ്സിലുണ്ടായാൽ മതി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് അപ്പിയേഴ്സ് ബിക്കോസ് ഓഫ് വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഇലക്ട്രോഡൈനാമിക്സിൽ ഒരു റെവല്യൂഷൻ ആയിട്ടാണ് ഈ തന്നിരുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വന്നത്. നമുക്കറിയാം നമ്മൾ കപ്പാസിറ്ററുകളുടെ കേസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംപീരിയൻ ലൂപ്പിനുള്ളിലൂടെ എത്ര കറണ്ട് കടന്നു പോകുന്നുണ്ട്? സോ ഐ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ഞാൻ മറ്റൊരു ആംപീരിയൻ ലൂപ്പ് എടുക്കുകയാണ്. ആൻഡ് ഇൻ ദാറ്റ് ആംപീരിയൻ ലൂപ്പ് ഐ എം കവറിങ് ദിസ് പെർട്ടിക്കുലർ പ്ലേറ്റ്. ഈ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് ഞാൻ കവർ ചെയ്തു. ഈ റീജിയനിൽ നിന്ന് ഈ റീജിയനിലേക്ക് ക്ലാസിക്കലി കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് പറയേണ്ടി വന്നു
ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആംപീരിയൻ ലൂപ്പിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ബാക്കിയുള്ള പ്രോപ്പർട്ടീസും ഒക്കെ മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ആംപീരിയൻ ലൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ കടന്നു വന്നു. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഒരു നല്ല തിയറി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം നമ്മൾ എടുക്കുന്ന ഗോസിയൻ സർഫസിനെ ഒരിക്കലും ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എങ്ങനെ വേണമെങ്കിലും സിമെട്രിയുള്ള കേസുകളിൽ നമുക്ക് ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. ചെറിയ ഗോസിയൻ സർഫസ് ആയിക്കോട്ടെ, വലിയ ഗോസിയൻ സർഫസ് ആയിക്കോട്ടെ, അവിടെ പ്രശ്നമില്ല. phi is equal to q by epsilon 0 എന്നാണ് നമ്മളുടെ ഗോസസ് ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഗോസിയൻ സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ സർഫസ് ഡസൻറ്റ് സെർവ് എനി ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആംപീരിയൻ ലൂപ്പ് എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വന്നു. നമുക്കറിയാം മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള അനലോഗാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മാഗ്നറ്റോസ്റ്റാറ്റിക് അനലോഗാണ്, ഗോസസ് ലോയുടെ അനലോഗാണ് എന്ത്, ആംപിയേഴ്സ് ലോ. നൗ അപ്പോൾ ആംപിയേഴ്സ് ലോയിൽ എന്തോ ഒരു കറക്ഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്ച്വലി ദർ ഇസ് എ കറണ്ട് ഫ്ലോ ഇൻ ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. പക്ഷേ അത് നമ്മൾ കാണുന്ന സാധാരണ രീതിയിലുള്ള കൺവെൻഷണൽ കറണ്ട് ഫ്ലോ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. പകരം എന്ത് കറണ്ട് ഫ്ലോ ആണ്? ഈ തന്നിരിക്കുന്ന രണ്ട് പ്ലേറ്റുകളും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ചാർജ് ഈസ് റൈസിങ് ഫ്രം 0 to a മാക്സിമം വാല്യൂ. അങ്ങനെ 0 to മാക്സിമം വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് റൈസ് ചെയ്യുമ്പോൾ ആസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് റൈസിങ് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ദർ ഇസ് എ കറണ്ട് ജനറേറ്റഡ്. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിച്ചത്. സോ ID ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അയാൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾ ചാർജ് ചെയ്യപ്പെടുന്ന മൂലമാണ് ഉണ്ടാകുന്നത്. ചാർജ് ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫൈനലി ഇലക്ട്രിക് ഫീൽഡിലുള്ള ചേഞ്ച് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾക്ക് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര കറണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അത്രയും കറണ്ട് ഇവിടെ തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അല്ല, പോസിറ്റീവ് ചാർജ് അല്ല, നെഗറ്റീവ് ചാർജ് അല്ല. സോ ഇറ്റ്സ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അഗൈൻ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമുക്കറിയാം എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന്. ഫോർ എയർ ഗ്ലാസ് ഇന്റർഫേസ്. സോ എയർ ഗ്ലാസ് ഇന്റർഫേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. The reflection and transmission coefficients respectively for an electromagnetic wave falling normally on the interface. Again നിങ്ങൾക്ക് ചെയ്ത് നോക്കാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഒരു ഗ്ലാസ് എയർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. സോ നമുക്കറിയാം ഒരു ഗ്ലാസ് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സോ ഒരു ഗ്ലാസ് എയർ ഇൻ്റർഫേസ് ആണ്. സോ ദിസ് ഇസ് എയർ ആൻഡ് ദിസ് ഇസ് ഗ്ലാസ് ആൻഡ് നോർമൽ ഇൻസിഡൻസ് ആണ് സംഭവിക്കുന്നത്. സോ എനിവേ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുന്ന ഒരു വേവിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒരു ആർബിട്രറി ഒരു ഇൻസിഡൻറ്റ് റേ എടുക്കാം. നോർമൽ ഇൻസിഡൻസ് ആണെന്ന് പറയുന്നില്ല, ഒരു ആർബിട്രറി റേ എടുത്തു. ഈ ആർബിട്രറി റേ ഈ ഒരു ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഇതിലൊരു ഫ്രാക്ഷൻ ഓഫ് ദ റേ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉള്ളിലേക്ക് റിഫ്രാക്ട് ചെയ്ത് പോകുന്നു. അനദർ ഫ്രാക്ഷൻ ഓഫ് ദ റേ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. നൗ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ദ റേ ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്? ഹൗ മച്ച് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദ ഇന്നർ സൈഡ് ഓഫ് ദ ഗ്ലാസ്? എത്രയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? എത്രയാണ് അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്? സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്നും ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റ് എന്നും വിളിക്കുന്നത്. സോ എന്തോരം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു, എന്തോരം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. നൗ ഇത് നമുക്ക് തരുന്ന ഒരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദ ഫ്രനൽസ് ഇക്വേഷൻ. ഫ്രനൽസ് ഇക്വേഷൻ നമുക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? ഓർത്ത് വയ്ക്കുക. N2 cos theta I, that is the incident angle, minus N1 cos theta T. So N1 N2 എന്ന് വെച്ചാൽ എന്താണ്? ഈ തന്നിരിക്കുന്ന രണ്ട് മീഡിയങ്ങളുടെ അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1 ആൻഡ് N2 എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ N2 cos theta I plus N1 cos theta T ആണ്. So this is in the case of R. And similarly in the case of transmission coefficient നമ്മുടെ ഫ്രനൽസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? N2 cos theta T divided by N1 cos theta I times 2ni cos theta I divided by N2 cos theta I plus N1 cos theta T whole square. What an equation. So ഇത്രയും വലിയ ഇക്വേഷൻ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ഇക്വേഷൻ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാം. ഇവിടെ നമ്മുടെ കേസിൽ നമുക്ക് ഇത്രയും വലിയ ഫ്രനൽസ് ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളോട് ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അറ്റ് ദാറ്റ് ഇൻ്റർഫേസ് ഇറ്റ് ഈസ് ഹാവിങ് falling normally fall ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ നോർമൽ ഇൻസിഡൻസ് കേസ്. നോർമൽ ഇൻസിഡൻസിൽ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് പോകുന്നു? തീറ്റയുടെ വാല്യൂ 0 ആയിട്ട് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സോ കോസ് തീറ്റ വിൽ ബിക്കം 1. സോ അങ്ങനെയാണെങ്കിൽ ഫ്രനൽസ് ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ്ഡ് ആവുന്നു? വി ക്യാൻ റൈറ്റ് ദ ഫ്രനൽസ് ഇക്വേഷൻ. റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് വിൽ ബി ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N2 പ്ലസ് N1 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മളുടെ ആറിൻ്റെ ഇക്വേഷൻ. ആൻഡ് സിമിലർലി വി നോ
ടോട്ടൽ ആർ പ്ലസ് അല്ലെങ്കിൽ ആർ പ്ലസ് ടി ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് ടിയുടെ എക്സ്പ്രഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n1 n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ എന്നുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് നമ്മുടെ ഇക്വേഷൻസ് മാറും. നേരത്തെ പറഞ്ഞ ഫ്രെനൽസ് ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ, the Fresnel's equation getting reduced into these equations at normal incidence, ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നേ പറ്റും. സോ ഈ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയറിൻ്റെ ആണെങ്കിലോ 1 ആണ്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ n2 മൈനസ് n1 1.5 മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ r will become 1.5 minus 1 divided by 1.5 plus 1, that the whole square. So finally calculate ചെയ്ത് കഴിഞ്ഞാൽ you will get it as 0.04. Reflection coefficient 0.04 എന്ന് കിട്ടുന്നു. Similarly transmission coefficient calculate ചെയ്യാം. 4n1 n2 divided by n1 plus n2 the whole square ആണ്. So calculate ചെയ്ത് കഴിഞ്ഞാൽ you will finally get substitute ചെയ്യുക, calculate ചെയ്യുക. 4 times 1 times 1.5 divided by 1 plus 1.5 the whole square. Finally you will get 0.96. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇത് ചെയ്ത് നോക്കാതെ തന്നെ, അതായത് 0.04ഉം 0.96ഉമാണ് ഇവിടുത്തെ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റും ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻറ്റും. അതായത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്മിറ്റഡ് ആൻഡ് വാട്ട് ഫ്രാക്ഷൻ ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്. ഇത് ചെയ്തു നോക്കാതെ പറഞ്ഞു എന്നുള്ളതിന് കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് എയർ ഇൻ്റർഫേസ് ആണെങ്കിൽ അവിടെ 96% നമുക്ക് എന്ത് സംഭവിക്കുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളതിൽ 0.4% ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ്സ് എ വെരി കോമൺ ഫാക്ടർ. സോ ഓർത്ത് വെച്ചിരിക്കുക, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഗ്ലാസ് എയർ ഇൻ്റർഫേസിലേക്ക് നോർമൽ ഇൻസിഡൻസ് ആയിട്ട് ഒരു വേവ് വരികയാണെങ്കിൽ അതിൽ 96% റിഫ്ലക്റ്റഡ് ആയി പോകും, വെറും 4% മാത്രമേ ട്രാൻസ്മിറ്റഡ് ആയി പോകുള്ളൂ. സോ ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഗുണപാഠവും അത് തന്നെയാണ്. ഇറ്റ്സ് ആക്ച്വലി എ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഓക്കെ, 96.4 ഇൻ ദ കേസ് ഓഫ് എയർ ഗ്ലാസ് ഇൻ്റർഫേസ്. ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്സാമിന് ഫ്രെനൽസ് ഇക്വേഷൻ യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ, ദ കപ്പാസിറ്റൻസ് ഓഫ് 2 കോൺസെൻട്രിക് സ്ഫെറിക്കൽ മെറ്റൽ ഷെൽസ് വിത്ത് റേഡിയസ് എ ആൻഡ് പി വിൽ ബി വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റൻസ് ഓഫ് 2 കോൺസെൻട്രിക് സ്ഫെറിക്കൽ മെറ്റൽ ഷെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അവരുടെ റേഡിയസുകളും തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവരുടെ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നൗ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാം. സോ ആക്ച്വലി എന്താണ് റിസൾട്ട്? 4πε0 AB ഡിവൈഡഡ് ബൈ B മൈനസ് A. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷേ എങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത്? ഇത് നമുക്ക് തന്നിട്ടുള്ളത് 2 കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫിയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. നൗ ഇങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാളും അറ്റ് ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽസ് ആയിരിക്കും. ഒരാളുടെ പൊട്ടൻഷ്യലിന് എനിക്ക് V1 എന്ന് എഴുതാം, രണ്ടാമത്തെ ആളുടെ പൊട്ടൻഷ്യലിന് എനിക്ക് V2 എന്ന് എഴുതാം. നൗ വാട്ട് ഈസ് V1? ദാറ്റ് ഈസ് ഈക്വൽ ടു K ടൈംസ് Q ഡിവൈഡഡ് ബൈ R എന്ന് എഴുതുകയാണ്. ആൻഡ് V2, സോ R എന്നുള്ളതിന് പകരം നമുക്ക് A എന്നും B എന്നും വിളിക്കാം. സോ ഇവരുടെ റേഡിയസുകൾ തന്നിട്ടുണ്ടല്ലോ. സോ A എന്ന് വിളിക്കാം. V2 ഈസ് ഈക്വൽ ടു K ടൈംസ് Q ഡിവൈഡഡ് ബൈ B എന്ന് വിളിക്കാം. ഇവിടെ K എന്ന് വെച്ചാൽ എന്താണ്? ഓഫ് കോഴ്സ് നമുക്ക് പരിചയമുള്ള 1/4πε0 തന്നെയാണ്. സോ ഞാൻ അതിനെ K എന്ന് എഴുതിയിരിക്കുകയാണ്. സോ നൗ ദർ ഇസ് എ ഫേമസ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് VC ഈസ് ഈക്വൽ ടു Q, അല്ലെങ്കിൽ CV ഈസ് ഈക്വൽ ടു Q. V എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. C എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് ആണ്. Q എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് ആണ്. Using this expression, C is equal to Q by V ആണെന്ന് എനിക്കറിയാം. V is the potential difference, not the potential. സോ നമ്മൾ ഇവരുടെ രണ്ടാളുടെയും ഡിഫറൻസ് എടുക്കണം. V1 മൈനസ് V2 കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം ഈ എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യൂം ക്യാൻസൽ ആയി പോകും. സോ ഫൈനലി വി വിൽ ഗെറ്റ് 4πε0 AB ഡിവൈഡഡ് ബൈ B മൈനസ് A. ഞാൻ ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് മെത്തേഡ് യൂസിങ് ദിസ് എക്സ്പ്രഷൻ. രണ്ടും 2 ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽസിലാണ്. സോ 2 പൊട്ടൻഷ്യൽസിൻ്റെ വാല്യൂ എഴുതുക. ദെൻ അതിനുശേഷം substitute in that equation and finally you will get the answer 4πε0 AB divided by B minus A. And again ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതായത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ, 2 കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫിയറുകളുണ്ട്. സോ അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു അതും. മൂവിങ് ഫോർവേഡ്. ഓക്കെ, അടുത്തത് വളരെ നല്ലൊരു പ്രോബ്ലം ആണ്. 2 വാട്ടർ മോളിക്യൂൾസ് ഈച്ച് ഹാവിംഗ് എ ഡൈപോൾ മൊമെന്റ് 6.2 times 10 to the power of -30 coulomb meters points in the same direction along the line joining their centers. The potential energy due to their dipole-dipole interaction when their centers are 3.1 into 10 to the power of -10 meters apart will be. Oh, what a question. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 2 വാട്ടർ മോളിക്യൂളുകളാണുള്ളത്. രണ്ടാളുടെയും ഡൈപോൾ മൊമെന്റ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാളും ഒരേ ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നത്. ഏതാണ് ഡയറക്ഷൻ? അവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിൻ്റെ ഡയറക്ഷനിൽ. ദ പൊട്ടൻഷ്യൽ എനർജി, അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ആദ്യമേ തന്നെ ഈ പ്രോബ്ലം ഒന്ന് വരച്ച് നോക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. ഐ ഹാവ് 2 വാട്ടർ മോളിക്യൂൾസ്.
ഓരോരുത്തർക്കും ഓരോ ഡൈപോൾ ഉണ്ട്. സോ അവരുടെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ വരച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ ഇതാണ്. ആൻഡ് ദാറ്റ് ഈസ് 3.1 × 10⁻⁻10 meters ആണ് ദറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദർ സെൻറ്റേഴ്സ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. രണ്ടാൾക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ് ആണ് 6.2 × 10⁻⁻30. ആൻഡ് ഇവിടെയും P is equal to 6.2 × 10⁻⁻30. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നൗ നമുക്കറിയാം പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷനുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ 2 ഡൈപോളുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നൗ ഏതായാലും നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? നമുക്ക് പ്രധാനമായിട്ട് 3 എക്സ്പ്രഷൻസ് ആണുള്ളത്. ആദ്യം ഒരു സിംഗിൾ ഡൈപോൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? 1/4πε0. P എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. r⁻/r². ഇവിടെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഡൈപോളിൻ്റെ കേസിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ 1/r² ഡിപ്പെൻഡൻസ് കാണിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ സോ ഒരു L കൂടുതലാണ് അല്ലെങ്കിൽ ഒരു R കൂടുതലാണ് ആർക്ക്? നമ്മളുടെ പൊട്ടൻഷ്യലിനും ഇലക്ട്രിക് ഫീൽഡിനും. സോ 1/4πε0. ഇവിടുത്തെ കേസിൽ P/r³ ടൈംസ് √3 cos² θ + 1. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. ഇത് രണ്ടുമല്ല നമുക്ക് വേണ്ടത്. ഇത് രണ്ടും ഒരു സിംഗിൾ ഡൈപോളിൻ്റെ കേസായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തതാണ്. ഈ 2 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കണം നിങ്ങൾ. നമുക്ക് വേണ്ടത് 2 ഡൈപോളുകളുണ്ട്. 2 ഡൈപോളുകളും പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ എനർജി എത്രയാണെന്നാണ്. അതിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ പ്രത്യേകം പഠിച്ചിരുന്നതാണ്. എന്താണ് K? ഓഫ് കോഴ്സ് അഗെയിൻ 1/4πε0. Now P1 P2 /r³ minus 3 times P1 R1 P2 R2. സോ രണ്ടും അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്സ് ആണ് R1 and R2. സോ /r⁵. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ K ടൈംസ് P1 ടൈംസ് P2 /r³ മൈനസ് 3 ടൈംസ് P1 R1. സോ രണ്ടാളും പാരലൽ ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് അവരുടെ ലൈൻ ജോയിൻ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെൻറ്റ് ഉള്ളത്. സോ അവർ തമ്മിൽ ആംഗിൾ 0 ആണ്. സോ 3 ടൈംസ് P1 R1 ഹോൾ² എന്ന് എഴുതാം. സോ P² R² എന്ന് എഴുതാം. സോ അല്ലെങ്കിൽ P1 P2 ടൈംസ് R² എന്ന് എഴുതാം. സോ r⁵. സോ ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വാട്ട് വി വിൽ ഗെറ്റ് K ടൈംസ് P1 P2 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി രണ്ടും ഒന്ന് തന്നെയാണ്. r³ മൈനസ് 3 ടൈംസ് P1 P2 /r³ എന്ന് കിട്ടുന്നു. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഒരു മൈനസ് സൈൻ പുറത്തേക്ക് ഉണ്ടാവും. 2 ടൈംസ് P1 P2 /r³ എന്ന് കിട്ടുന്നു. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ U. ഇതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കേസ് മാത്രമേ ഉള്ളൂ. Kയുടെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് 9 × 10⁻⁹ ആണ്. Pയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. P1 ഉം P2 ഒന്നും മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. P എന്ന് തന്നെ എഴുതാം. ദാറ്റ് ഈസ് എത്രയാണ് നമ്മുടെ ഡൈപോൾ മൊമെൻറ്റ്? 6.2 × 10⁻⁻30. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ 6.2 × 10⁻�30. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ്, ഞാൻ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ഫൈനലി വി വിൽ ഗെറ്റ് ദ ആൻസർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.1451 EV എന്ന് കിട്ടുന്നു. നിങ്ങൾക്ക് കിട്ടുന്നത് ജൂളിലായിരിക്കും. അതിന് നിങ്ങൾ EVയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ജൂളിൽ കിട്ടുന്നതിന് EVയിലേക്ക് കൺവേർട്ട് ചെയ്യുക? സോ ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ ജൂൾസ്. ജൂളിനെ EV ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ. സോ 10⁻⁻19 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.1451 EV എന്ന് കിട്ടുന്നു. സോ ഇത്രയുമാണ് എന്ത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഡൈപോൾ ഇൻറ്ററാക്ഷനിലുള്ള എനർജി. ഏതായാലും ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എക്സ്പ്രഷൻസ് ഇവരാണ്. അതായത് വിയുടെ എക്സ്പ്രഷൻ, ഇയുടെ എക്സ്പ്രഷൻ ആൻഡ് സിമിലർലി ഫൈനലി ദിസ് ഇൻറ്ററാക്ഷൻ എനർജിയുടെ എക്സ്പ്രഷൻ. ആൻഡ് ഇത് കൂടാതെ ബാക്കി ചോദിക്കാൻ സാധ്യതയുള്ളത് സിഗ്മ ബി ഉണ്ടാവും, അതുപോലെ തന്നെ റോ ബി ഉണ്ടാവും, ബൗണ്ട് ചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൗണ്ട് സർഫസ് ചാർജ് ആൻഡ് ബൗണ്ട് വോളിയം ചാർജ്. ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ്. സോ ആ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഇന്നലെയും അത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്തിരുന്നു. സിമ്പിളാണ്. നെക്സ്റ്റ് വൺ അഗെയിൻ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. The phase difference between the input and output voltage of a transistor connected in a common collector configuration. സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അതായത് ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഫേസ് ഷിഫ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? 0 ഡിഗ്രി ആണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ആണെങ്കിലോ ദാറ്റ് വിൽ ബി 180 ഡിഗ്രി. കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ ആണെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ ബി 0 ഡിഗ്രി. സോ 0 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ബീറ്റ ഫോർ എ ട്രാൻസിസ്റ്റർ ജനറലി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ബീറ്റ വാല്യൂ ഓഫ് എ ട്രാൻസിസ്റ്റർ? ദാറ്റ്സ് യൂഷ്വലി IC / IB. ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ടർ കറണ്ട് ബേസ് കറണ്ട് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ അതിൻ്റെ ബീറ്റ വാല്യൂ എന്ന് വിളിക്കുന്നത്.
Now usually നമുക്കറിയാം ഈ തന്നിരിക്കുന്ന കറണ്ട്, അതായത് ബേസിലൂടെയുള്ള കറണ്ട് എപ്പോഴും ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും വളരെ കുറവായിരിക്കും. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എവിടെയാണ്? കളക്ടറിലൂടെയാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകളുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതിന്റെ ബീറ്റ വാല്യൂ. എപ്പോഴും ബീറ്റ കറണ്ട് ഐ ബീറ്റ വളരെ അല്ലെങ്കിൽ ഐ ബി ബേസ് കറണ്ട് വളരെ കുറവാണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടർ എല്ലായ്പ്പോഴും എന്തായാലും 1 കൂടുതലായിരിക്കും. ആക്ച്വലി അത് പറയുന്നത് ബീറ്റയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഐ സിയിൽ അതിൻ്റെ എത്ര ഇരട്ടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 1000 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ആംപിയർ കറണ്ട് നമ്മളുടെ ബേസിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് 1000 ആംപിയർ കറണ്ട് ആണ് ആരിലൂടെ ഫ്ലോ ചെയ്യുന്നത്? നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന കളക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ എന്തായാലും അത് ഐ സി എന്ന് പറയുന്ന ഐ ബിയേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. വളരെ വളരെ കൂടുതലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. സോ എന്തായാലും അത് 1 കൂടുതലാണ്. സോ ഈ തന്നിട്ടുള്ളതിൽ 1 ആയിരിക്കില്ല, ലെസ് ദാൻ 1 എന്തായാലും ആയിരിക്കില്ല. സോ 0 ആയിരിക്കില്ല, ബിറ്റ്വീൻ 20 and 500. സോ 20 and 500 എന്ന് തരണമെന്നില്ല, 100, 1000 എന്ന് തന്നേക്കാം. പക്ഷേ ബാക്കിയുള്ള വാല്യൂസ് ഇങ്ങനെ 1, 0 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് ഒരിക്കലും 1 താഴെ ആവില്ല. കാരണം ബേസ് കറണ്ട് എപ്പോഴും മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ മില്ലി ആംപിയർ റേഞ്ച്, മറ്റേത് ആംപിയർ റേഞ്ച്, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ എന്തായാലും വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. The voltage gain of an amplifier without feedback is 20 and with negative voltage feedback is 12. What is the feedback fraction എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആംപ്ലിഫയറിനെ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് വരച്ചു നോക്കാം. ദിസ് ഇസ് ആൻ ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗെയിൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വി ഔട്ട്പുട്ട്, ഇവിടെ നമ്മളൊരു വി ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് അവർ ആംപ്ലിഫയർ. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഇൻപുട്ടിലേക്ക് ഒരു ചെറിയ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കൊടുക്കുന്നു. അതായത് ഔട്ട്പുട്ടിൽ നിന്നുള്ള ഒരു ചെറിയ വോൾട്ടേജ് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്കുകളാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും 2 നെഗറ്റീവ് ഫീഡ്ബാക്കും. ഈ തന്നിരിക്കുന്ന ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമ്മുടെ ഇൻപുട്ടുമായിട്ട് ഇൻ ഫേസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെയിനായിട്ട് ആർക്കാണ് കൊടുക്കാറുള്ളത്? ഓസിലേറ്റേഴ്സിനാണ് കൊടുക്കാറുള്ളത്. അങ്ങനെയല്ല, ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ നമ്മൾ എന്താണ് പറയുക? ദാറ്റ് വിൽ കോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, കാരണം നമ്മളുടെ ഈ തന്നിട്ടുള്ള വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ അതായത് ഗെയിൻ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഫീഡ്ബാക്ക് ഓൾവേസ് റെഡ്യൂസസ് ഗെയിൻ. ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആംപ്ലിഫയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഗെയിൻ. അതായത് ഔട്ട്പുട്ടിൽ ഇൻപുട്ടിൽ കൊടുത്തതിനേക്കാൾ എത്രത്തോളം ഹൈറ്റ് അതിന് പ്രാപ്തമായി, അതായത് എന്തോരം ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഔട്ട്പുട്ടിൽ എത്തുമ്പോൾ കൂടുന്നു എന്നുള്ളതാണ് ഗെയിൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ആംപ്ലിഫയറിന് ഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെങ്കിൽ ഗെയിൻ കുറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ? ഒരിക്കലും അല്ല. നമുക്കറിയാം ഗെയിൻ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഗെയിൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗെയിൻ വല്ലാണ്ടങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലിപ്പിംഗ് പോലെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? നമുക്കറിയാം സാധാരണഗതിയിൽ ഓപ്പാമിൻ്റെ കേസിലാണെങ്കിലും ഒരു സാധാ ആംപ്ലിഫയറിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ അതിനെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഫീഡ്ബാക്ക് ഇല്ലാത്ത ഗെയിൻ ഡിവൈഡഡ് ബൈ 1 + ഓപ്പൺ ലൂപ്പ് ഗെയിൻ ടൈംസ് ബീറ്റ. ഈ ബീറ്റേനെയാണ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ എം എന്നും കാണിക്കാറുണ്ട്. ഇയാളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? വി ആർ കോളിംഗ് ദിസ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഇത് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നൗ ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആദ്യമേ തന്നെ ഇഫ് ദ വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട് വിത്തൗട്ട് നെഗറ്റീവ്, അതായത് ഫീഡ്ബാക്ക് ഇല്ലാതെയും ഫീഡ്ബാക്കോട് കൂടിയും. സോ വിത്തൗട്ട് ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് 20 ആണ്. സോ വിത്ത് ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് 12 ആണ്. സോ 12 ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 1 + 20 ടൈംസ് ബീറ്റ. ഇതിൽ നിന്ന് ബീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഫൈനലി വി വിൽ ഗെറ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു 0.033 എന്ന് കിട്ടുന്നു. സോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സോ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ദാറ്റ് മീൻസ് ഇത്രയുമാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഓക്കെ, അഗെയിൻ മൂവിങ് ഫോർവേഡ്. ദ ഓസിലേറ്റർ ഡിഫേഴ്സ് ഫ്രം ആൻ ആംപ്ലിഫയർ ബിക്കോസ്. എന്താണ് ഒരു ഓസിലേറ്ററിൻ്റെയും ഒരു ആംപ്ലിഫയറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്? സാധാരണഗതിയിൽ രണ്ടും 2 ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കൊരു സിഗ്നൽ ഉണ്ട്, വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. ആ സിഗ്നലിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആംപ്ലിഫയർ യൂസ് ചെയ്യും. ആംപ്ലിഫയേഴ്സ് ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഓപ്പാംസ് യൂസ് ചെയ്യാറുണ്ട്, BJTs യൂസ് ചെയ്യാറുണ്ട്, ഫെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡ്യൂട്ടി ഒന്ന് മാത്രമായിരിക്കും, വീക്കർ ആയിട്ടുള്ള സിഗ്നൽസിനെ എടുക്കുക, ആംപ്ലിഫൈ ചെയ്ത് തരിക. ബട്ട് ഓസിലേറ്റേഴ്സ് സെർവ് എ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി. സാധാരണഗതിയിൽ പലപ്പോഴും നമുക്ക് വേവ് ഫംഗ്ഷൻ ജനറേറ്റേഴ്സ് ആയിട്ടാണ് ഈ തന്നിട്ടുള്ള ഓസിലേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവർ ആക്ച്വലി ഒരു വേവ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ആളുകളാണ്, ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അതായത് ഒരു ആംപ്ലിഫയറിന് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലേ പറ്റുള്ളൂ. പക്ഷേ ഒരു ഓസിലേറ്റർ അങ്ങനെയല്ല. ഓസിലേറ്റർ ഇറ്റ് സെൽഫ് ജനറേറ്റ്സ് എ സിഗ്നൽ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് മീൻസ്
ഹാസ് മോർ ഗെയിൻ. ഗെയിനിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആംപ്ലിഫയറിന് അതിൻ്റെ ഗെയിൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നു, പക്ഷേ ഓസിലേറ്ററിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ആദ്യമേ തന്നെ ആംപ്ലിഫയർ, രണ്ടാമത്തേത് ഓസിലേറ്റർ. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ളതെന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആംപ്ലിഫയറിന് നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഓസിലേറ്റർ ആണെങ്കിലോ അതിന് പ്രത്യേകിച്ച് ഇൻപുട്ട് സിഗ്നൽ ഒന്നും വേണമെന്നില്ല, അത് സ്വന്തമായിട്ടൊരു ഇൻപുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ സോഴ്സ്, ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു സർക്യൂട്ടിൽ നമുക്ക് ഒത്തിരി ആംപ്ലിഫയേഴ്സ് വേണ്ടി വരും, കാരണം ഒരു സർക്യൂട്ടിൽ ഒരു സിഗ്നൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയങ്ങളിലും ആ സിഗ്നലിന് ലോസസ് സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാം, എനർജി ലോസ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അങ്ങനെ ആയതുകൊണ്ട് ഒരു സർക്യൂട്ടിൽ ധാരാളം മോർ ദാൻ വൺ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓസിലേറ്റേഴ്സ് അങ്ങനെയല്ല, മോർ ദാൻ വൺ സാധാരണ യൂസ് ചെയ്യാറില്ല. സാധാരണഗതിയിൽ ഒരെണ്ണം, സോഴ്സ് ഒരെണ്ണമല്ലേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇതിന് ഒരു ഇൻപുട്ട് ആവശ്യമുണ്ട്, പക്ഷേ ഇയാൾക്ക് ഒരു ഇൻപുട്ട് ആവശ്യമില്ല. ഓക്കെ, സോ ഇയാൾ ആംപ്ലിഫയർ ഈസ് യൂസിങ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്, വെറസ് ഓസിലേറ്റർ ഈസ് യൂസിങ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ഡിഫറൻസസ്. നമ്മുടെ കേസിൽ ഏതാണ്? മോർ ഗെയിൻ ഉള്ളതല്ല, requires no input signal. Yes, that's the right answer. ഓസിലേറ്ററിന് ഒരു ഇൻപുട്ട് സിഗ്നൽ വേണ്ട. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. സോ oscillators requires no input signal because it is actually generating a signal. Okay, that's the difference. അവർ തമ്മിലുള്ള ഡിഫറൻസസ് എല്ലാം മനസ്സിലാക്കിയിരിക്കുക. അഗെയിൻ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പല ടൈപ്പ് ഗേറ്റുകൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് കണ്ടിട്ടുണ്ട്, ഓർ ഗേറ്റ് കണ്ടിട്ടുണ്ട്, നോട്ട് ഗേറ്റ് കണ്ടിട്ടുണ്ട്, നാൻഡ് കണ്ടിട്ടുണ്ട്, നോർ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ്? അഗെയിൻ അറിയുന്ന കാര്യമാണ്, +2 തൊട്ട് പഠിക്കുന്നതാണ്. നാൻഡ് ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്. നാൻഡും നോറുമാണ് നമ്മൾ സാധാരണഗതിയിൽ എന്തെന്ന് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. വൈ ദേ ആർ കോൾഡ് ദ യൂണിവേഴ്സൽ ഗേറ്റ്സ്? ഈ രണ്ട് ഗേറ്റുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഗേറ്റുകളും വെച്ചിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഗേറ്റുകളുടെ സഹായമില്ലാതെ ബാക്കിയുള്ള എല്ലാ ഗേറ്റുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇൻ എഫക്റ്റ് സാധാരണഗതിയിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്ന ഗേറ്റുകളാണ് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, ഇതൊക്കെ. എന്നിട്ട് നമ്മൾ പറയും ഒരു നോട്ട് ആൻഡ് ആണ് നമ്മൾ നാൻഡ് എന്ന് വിളിക്കുന്നത്, ഒരു നോട്ട് ഓർ ആണ് നമ്മൾ നോർ എന്ന് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ല. ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാൻഡും നോറുമാണ്. കാരണം എന്താണ്? അവരെ വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ ഗേറ്റുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൗ നാൻഡിനെ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എന്തുണ്ടാക്കുന്നത്? ആൻഡ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ആൻഡിനെ നോട്ട് ചെയ്തിട്ടല്ല സാധാരണഗതിയിൽ ഇൻ റിയൽ ലൈഫ്, പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നാൻഡ് ഉണ്ടാക്കുന്നത്. സോ നാൻഡ് ആണ് നമ്മുടെ കയ്യിൽ ആദ്യമേ ഉണ്ടാവുക, ആൻഡ് ഉണ്ടാവില്ല. നാൻഡിനെ നോട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കും? ആൻഡ് ഗേറ്റ് ആയിട്ട് മാറ്റും. അതുപോലെ തന്നെ ഓർ ഗേറ്റ് നമ്മുടെ കയ്യിൽ ആദ്യമേ ഉണ്ടാവില്ല, നോർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നോറിനെ നോട്ട് ചെയ്തിട്ട് നമ്മൾ ഓർ ആക്കി മാറ്റും. അതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും ആൻഡിനെ നോട്ട് ചെയ്തിട്ട് നോർ ആക്കുന്നു, അല്ലെങ്കിൽ നാൻഡ് ആക്കുന്നു എന്ന് പറയും. സോ ഇതാണ് സംഭവിക്കുന്നത്. നാൻഡ് ഗേറ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അഗെയിൻ മൂവിങ് ഫോർവേഡ്. അടുത്തത് അഗെയിൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു, ലൈക്ക് ഒരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ സോൾവിങ്. കുറച്ച് റൂളുകളുണ്ട്. റൂളുകൾ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന ഏറ്റവും രസകരമായിട്ടുള്ള പോർഷനാണ് പലപ്പോഴും ബൂളിയൻ എക്സ്പ്രഷൻ സോൾവിങ്സ്. സോ നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. y is equal to a plus b plus c times a plus b. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാവുന്ന പോലെ തന്നെ a times a plus a times b plus b times a plus b times b plus അടുത്ത c കൊണ്ട് ചെയ്യണം, c times a plus c times b. എല്ലാ ടേമുകളും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ a times a into a ചെയ്താൽ എന്താ കിട്ടുക? ഇഫ് a is equal to 0 then ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. a is equal to 1 ആണെങ്കിലോ a into a എന്താ കിട്ടുക? 1 ആണ്. സോ വാട്ട് എവർ ഈസ് a അത് തന്നെയാണ് a into a ചെയ്താലും കിട്ടുക. സോ നമുക്ക് അറിയാവുന്ന കാര്യമാണ് a into a 1 ആണ്. ദെൻ എ ബി പ്ലസ് ബി എ. സോ എ ബി പ്ലസ് ബി എയും എന്ത് തന്നെയാണ്? സോ ദാറ്റ്സ് ആക്ച്വലി എ ബി തന്നെയാണ്. നൗ ബി ഇൻറ്റു ബി എന്താണ്? അഗെയിൻ 1 ആണ്. പ്ലസ് സി എ പ്ലസ് സി ബി എന്ന് നമുക്ക് എഴുതാം. നൗ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് സോ നൗ നമുക്ക് എ ബി ആൻഡ് ബി എ ആണ് കിട്ടിയിരിക്കുന്നത്. സോ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. സോ 1 പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് 1. സോ ഇത് 1 ആയിട്ട് പോയി. പ്ലസ് സി എ പ്ലസ് സി ബി എന്ന് കിട്ടുന്നു. നൗ സിമിലർലി ഇതിൽ നിന്ന് ബാക്കിയുള്ള എക്സ്പ്രഷൻസിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ കോമൺ ആയിട്ട് എന്താണുള്ളത്? സോ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയോ? എ ഇൻറ്റു എ, എ ഇൻറ്റു ബി, ബി ഇൻറ്റു എ, ബി ഇൻറ്റു ബി, സി ഇൻറ്റു എ, സി ഇൻറ്റു ബി. എല്ലാ ടേംസും നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സിനെ പുറത്തേക്ക് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. സോ ഐ വിൽ ഗെറ്റ് ഇവിടെ 1 പ്ലസ് 1 എന്നുള്ളത് നമുക്ക് 1 തന്നെയായിട്ട് എഴുതാം. സോ എ ബി പ്ലസ് ബി എ വരുന്നു, പ്ലസ് സി എ പ്ലസ്
സി ബി വരുന്നു. Now ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എ ബി പ്ലസ് സി എ പ്ലസ് സി ബി എന്ന് എഴുതാം. Now ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ് എ പ്ലസ് എ ബി എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടുന്നു. ഫൈനലി വി വിൽ ഗെറ്റ് എ പ്ലസ് ബി എന്ന് കിട്ടുന്നു. സോ സിംപ്ലിഫൈ ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻസിൻ്റെ ലോസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനലി നമുക്ക് കിട്ടുക എ പ്ലസ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാം. ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഏതെങ്കിലും പോർഷൻസിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എക്കും ബിക്കും 1 ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. സോ ഓരോന്നിനും 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സോ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് എ പ്ലസ് ബി കിട്ടും. നാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ. മൂവിങ് ഫോർവേഡ്. Okay, X-ray of wavelength L is equal to A is reflected from a parallel plate in a simple cubic lattice. If the lattice constant is A, the corresponding Bragg angle in radian. റേഡിയനിലുള്ള ബ്രാഗ് ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അഗെയിൻ ബ്രാഗ്സ് ലോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അതായത് ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നുള്ള കാര്യം. അതായത് നമുക്ക് കുറേ 2 ലാറ്റിസുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലാറ്റിസിലേക്ക് നമ്മളൊരു എക്സ്റേ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റേക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്റേ ഇവിടെ തട്ടിയതിന് ശേഷം അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു, ദെൻ ഇവിടെ തട്ടിയതിന് ശേഷം അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു, ദെൻ വി ക്യാൻ ഒബ്സർവ് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ദെയർ ഓൺ ദ സ്ക്രീൻ. നമുക്കിതിൻ്റെ റൂളും എന്താണെന്ന് അറിയാം. സോ വാട്ട് ഈസ് ദ റൂൾ? 2d സൈൻ തീറ്റ is equal to n lambda എന്നുള്ളതാണ് നമ്മുടെ റൂള്. n is the order of diffraction. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തീറ്റ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ഡി? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള 2 ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, അതായത് ഫസ്റ്റ് ലെയർ ആൻഡ് സെക്കൻഡ് ലെയർ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി വിൽ ബി ഈക്വൽ ടു എന്താണ് ഡിയുടെ എക്സ്പ്രഷൻ? എ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. വാട്ട് ഈസ് എ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തന്നിട്ടുള്ള സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൻ്റെ ലാറ്റിസ് പാരാമീറ്റർ ആണ്. ദാറ്റ് ഈസ് എ, ലാറ്റിസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലാറ്റിസ് പാരാമീറ്റർ, ദാറ്റ് ഈസ് എ. എച്ച് കെ എൽ തന്നിട്ടുണ്ട് 1 1 1 ആണ് തന്നിട്ടുണ്ട്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ എ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്ന് കിട്ടുന്നു. സോ ദാറ്റ് ഈസ് ഡി വാല്യൂ. ഡി കിട്ടിക്കഴിഞ്ഞു. എന്നിൻ്റെ വാല്യൂ നമ്മളോട് പ്രത്യേകിച്ച് ഇന്ന ഓർഡർ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? n is equal to 1 എന്ന് എടുത്തോളണം. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ എന്ന് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് പറയാത്ത സ്ഥിതിക്ക് n is equal to 1 എന്ന് അസ്യൂം ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ 2d സൈൻ തീറ്റ is equal to n ലാംഡ എന്നുള്ള എക്സ്പ്രഷനിൽ സൈൻ തീറ്റ is equal to n ലാംഡ ഡിവൈഡഡ് ബൈ 2d എന്ന് എഴുതാം. n is equal to 1 ആണ്, ലാംഡ ഡിവൈഡഡ് ബൈ d എന്ന് എഴുതാം. ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? a ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണ്. ലാംഡയുടെ വാല്യൂ ആണെങ്കിലോ ലാംഡ ഈസ് a എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഗിവൺ. സോ ലാംഡ ഈസ് a ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. a ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3. സോ a ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 കൂടി ഉണ്ട്. സോ ഐ വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഡിവൈഡ് ബൈ 2 കിട്ടുന്നു. സോ n ലാംഡ ഡിവൈഡ് ബൈ 2d ആണ്. സോ 2 ഇട്ട് പോരുത്, 2d എന്നുള്ളതാണ്. സോ ഡിക്ക് പകരം a ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 3/2. ഇതെന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3/2 ആണ്. സോ തീറ്റ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 3/2 ആണ്. സൈനിൻ്റെ ഏത് ആംഗിളിനാണ് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3/2 കിട്ടുന്നത്? ദാറ്റ്സ് π/3 ആണ്. ഓക്കെ, സോ 60 ഡിഗ്രിക്കാണ് കിട്ടുന്നത്. സോ തീറ്റ വിൽ ബി ഈക്വൽ ടു π/3. ആൻസർ തന്നിട്ടുണ്ട് π/3. സിമ്പിൾ ആണ്. അഗൈൻ മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ആൻ FCC സ്ട്രക്ചർ. എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ അവരുടെ നിയറസ്റ്റ് നെയ്ബേഴ്സ് ആണ്. എത്ര നമ്പർ ഓഫ് നെയ്ബറുകൾ ഉണ്ട് എന്നുള്ളതാണ് കോർഡിനേഷൻ നമ്പർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. FCC ആയാലും ഇനിയിപ്പോൾ HCP ആയാലും അവരുടെയൊക്കെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 12 ആണ് നമുക്കറിയാം. BCC ആണെങ്കിലോ കോർഡിനേഷൻ നമ്പർ ഈസ് 8. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് FCC ആയതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ ഈസ് 12. ഓക്കെ, ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് വിത്ത് എ ലാറ്റിസ് കോൺസ്റ്റന്റ് A, ദ ആറ്റമിക് റേഡിയസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആറ്റമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ലാറ്റിസ് പാരാമീറ്ററും ഈ തന്നിരിക്കുന്ന ആറ്റമിക് റേഡിയസും തമ്മിലുള്ള റിലേഷൻ? ചോദിച്ചിരിക്കുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ്. സോ ബോഡി സെൻറ്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓരോ സൈഡുകളിലും ഓരോ എൻഡുകളിലും നമുക്ക് എന്തുണ്ട്? ഓരോരോ ആറ്റങ്ങളുണ്ട്. ആറ്റത്തിൻ്റെ 1/8 പോർഷൻ ആണ് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ ഓരോ എൻഡുകളിലും നമുക്ക് എന്തുണ്ട്? ഓരോരോ ആറ്റങ്ങൾ. ആൻഡ് ദെൻ സ്ട്രക്ചർ ഈസ് ലൈക്ക് ദാറ്റ്. കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്യൂബാണെന്ന് തോന്നില്ലെങ്കിലും ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ക്യൂബാണ്. ആൻഡ് ഇതിൻ്റെ സെൻട്രൽ അഗെയിൻ ഒറ്റയ്ക്ക് ഒരാറ്റം നിൽക്കുന്നുണ്ട്. സോ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നുകൂടി മോഡിഫൈ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫേസ് തൊട്ടിട്ട് ഈ ഒരു എൻഡിങ് ഫേസ് വരെയുള്ള, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ വരെ എൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലൈനാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഡയഗണലാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സെൻട്രലുള്ള ആറ്റം ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നു. ഇങ്ങേ അറ്റത്തുള്ള 1/8 കൊടുക്കുന്ന ആറ്റത്തിന് ഇങ്ങനെ വരയ്ക്കുന്നു. ഈ ആറ്റങ്ങൾക്കൊക്കെ ഒരേ സൈസ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്നു.
സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് വിൽ ബി 1 റേഡിയസ് പ്ലസ് 1 റേഡിയസ് പ്ലസ് 1 റേഡിയസ്. സോ ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ 4r ആയിരിക്കും എൻ്റെ ഈ ഒരു ഡയഗണൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കോർഡിനേഷൻ നമ്പർ എയും അതുപോലെ തന്നെ ആറും തമ്മിലുള്ള, അതായത് ലാറ്റിസ് പാരാമീറ്ററും ഈ തന്നിരിക്കുന്ന ആറ്റങ്ങളുടെയൊക്കെ റേഡിയസുമായിട്ടുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എനിക്കിതിനുള്ളിലൂടെയുള്ള ഈ ഒരു സ്ട്രക്ചർ, സോ ഇങ്ങനെ, അതായത് ഇതൊരു കോർണറിലുള്ള ആറ്റം, ഇത് സെൻട്രലിലുള്ള ആറ്റം. സോ ഇന്നർ ഡയഗണൽ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ക്യൂബിൽ നിങ്ങൾ 3D ആയിട്ട് ഇമാജിൻ ചെയ്യുക, ഇന്നർ ഡയഗണൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയഗണൽ, സോ എനിക്കതിനെ ഒന്നുകൂടി വൃത്തിക്ക് വരച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് എ ആണ്, ഇത് എ ആണെങ്കിൽ ഇത് ആ ക്യൂബിൻ്റെ ബേസിലൂടെ പോകുന്ന, അല്ലെങ്കിൽ ക്യൂബിൻ്റെ തറയിലൂടെ പോകുന്ന ഒരു ഡയഗണലാണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ലെങ്ത് എത്ര കിട്ടുക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2a, കാരണം ഇത് എ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദിസ് ആസ് ദിസ് എ. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2a. എനിക്ക് വേണ്ടത് ഈ ഒരു ഡയഗണലാണ്. ആ ഒരു ഡയഗണൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 times r എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കോർണർ, ദ സെൻറ്റർ, സോ ഇങ്ങനെയാണ് എൻ്റെ ആറ്റങ്ങൾ ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എന്താണ്? സോ ദിസ് റേഡിയസ് ഇസ് ഈക്വൽ ടു, ആ റേഡിയസിൻ്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ അതിന് ഞാൻ തൽക്കാലം y എന്ന് വിളിക്കുകയാണ്, y സ്ക്വയർ വിൽ ബി ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3a സ്ക്വയർ. ആക്ച്വലി y സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 3a സ്ക്വയർ, y ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3a എന്ന് കിട്ടുന്നു. y എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 4 times റേഡിയസ് ആണ്. സോ 4 times റേഡിയസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3a ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3a ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. So this is the relationship between the lattice parameter as well as the radius of the nucleus, radius of the atom. So അങ്ങനെയാണെങ്കിൽ r is equal to square root of 3a divided by 4. Okay, square root of 3a divided by 4. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബൈ ഹാർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് FCCയുടെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാം, ഈസിയാണ്. FCC ആണെങ്കിൽ ഒരു സിംഗിൾ ഫേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അഗെയിൻ 4r തന്നെ ആയിരിക്കും, പക്ഷേ ഇവിടെ എ ആയിരിക്കും, ഇവിടെ എ ആയിരിക്കും. ആൻഡ് ഈ ഒരു റേഡിയസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2a ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2a വിൽ ബി ഈക്വൽ ടു 4r. അങ്ങനെയാണെങ്കിൽ r വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ 4 ടൈംസ് a എന്ന് എഴുതാം. ഓക്കെ, അതായിരിക്കും ഏത് കേസിൽ? ഇൻ ദ കേസ് ഓഫ് ആൻ FCC. സോ ഏത് സെല്ല് തന്നു കഴിഞ്ഞാലും അതിൻ്റെ കേസിൽ ആക്ച്വലി ആറിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ എഴുതാനായിട്ട് പറ്റും. ആൻഡ് ഒരു സിമ്പിൾ ക്യൂബിക് ആണെങ്കിലോ, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഒരു സിമ്പിൾ ക്യൂബിൻ്റെ 2 സൈഡുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് r വിൽ ബി ഈക്വൽ ടു a ഡിവൈഡ് ബൈ 2 എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. Now ഏത് സെല്ല് തന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് വേഗം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. When an ideal monatomic gas is expanded adiabatically from an initial volume V0 to 3V0, its temperature changes from T0 to T. Then T divided by T0 എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്, അഡിയാബാറ്റിക് വോളിയം എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്. So when an ideal monatomic gas is expanded adiabatically, initial volume V0, final volume 3V0, temperature T0 ൽ നിന്ന് Tയിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറിന്റെ റേഷ്യോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡിയാബാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എ സഡൻ ചേഞ്ച്, അതിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അഡിയാബാറ്റിക് ചേഞ്ചിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കറിയാം. PV raised to gamma is equal to a constant എന്നുള്ളതാണ് എക്സ്പ്രഷൻ. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന പിയും വിയും തമ്മിലുള്ള റിലേഷൻ അല്ല, മറിച്ച് ടിയും വിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. കാരണം ടി ഡിവൈഡ് ബൈ T0 ആണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും. PV is equal to nRT എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ ഒരു എക്സ്പ്രഷനിൽ എന്നും ആറും ഒക്കെ കോൺസ്റ്റന്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഈ തന്നിരിക്കുന്ന P വിൽ ബി ഈക്വൽ ടു T ഡിവൈഡ് ബൈ V ആയിരിക്കില്ലേ. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് പിക്ക് പകരം. സോ ഐ വിൽ ഗെറ്റ് T ഡിവൈഡ് ബൈ V raised to gamma വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് T V raised to gamma minus 1 is equal to a constant എന്ന് എഴുതാൻ പറ്റും. ഇത് എക്സാം ഹോളിൽ ഇരുന്ന് ഡിറൈവ് ചെയ്യാൻ നിൽക്കണ്ട. ആക്ച്വലി PV raised to gamma is equal to constant. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ആൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. പിയുടെയും വിയുടെയും ടേമിൽ, അത് തന്നെ ടിയുടെയും വിയുടെയും ടേമിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. TV raised to gamma minus 1 is a constant എന്ന് അറിഞ്ഞിരിക്കണം. ഇനി ബാക്കി എന്താണുള്ളത്? നമുക്ക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇത് അറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഫാക്ടർ. ഇത് നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ റൈറ്റ് TV raised to gamma minus 1 will be equal to എന്തായിരിക്കും? സോ നമുക്ക് തന്നിരിക്കുന്നത് രണ്ടാമത്തെ കേസിൽ തന്നിരിക്കുന്നത് that will be equal to T0. So T0 V0 raised to gamma minus 1 will be equal to T V raised to gamma minus 1. V എത്രയാണ് തന്നിരിക്കുന്നത്? that is equal to 3 times V0 ആണ്. സോ all raised to gamma minus 1 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് T divided by T0 ആണ്. സോ T divided by T0 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I will get V0 ക്യാൻസൽ ആയി പോകുന്നു. സോ 1 divided by 3 all raised to gamma minus 1 കിട്ടുന്നു.
ഓക്കെ, നൗ എന്താണ് നമ്മുടെ ഫൈനൽ ഓപ്ഷൻ തന്നിരിക്കുന്നത്? അഗെയിൻ ഓപ്ഷനിൽ γ-1 എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല, മറിച്ച് കുറച്ച് നമ്പേഴ്സ് ആണ്, ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തറിയണം? ഇറ്റ് ഈസ് എ മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിലുള്ള ഗാമയുടെ വാല്യൂ എന്താണ്? ആക്ച്വലി ഗാമ എന്ന് വെച്ചാൽ ഗാമ ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് സി പി ആൻഡ് സി വി ആണ്. സോ ഗാമ സി പി ബൈ സി വി ആയതുകൊണ്ട് ഗാമയുടെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് ഗാമയുടെ വാല്യൂ ഇറ്റ് ഈസ് ആക്ച്വലി 5 divided by 3 അപ്രോക്സിമേറ്റ്ലി 1.66 ആണ് വരുന്നത് ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ്. ഇത് പഠിച്ചു വെച്ചേക്കാം. ഡയാറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ സാധാരണഗതിയിൽ എയറിന്റെ ഒക്കെ കേസിൽ എയർ ഒരു പ്രാക്ടിക്കൽ ഡയാറ്റോമിക് ഗ്യാസ് ആണ്. സോ ഡയാറ്റോമിക് ഗ്യാസ് ഇറ്റ് ഈസ് 1.44. സോ മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ 1.66 ആണ് അപ്രോക്സിമേറ്റ്ലി, അതായത് 5/3 ആണ്. ആൻഡ് ഗാമ ഈസ് 1.44 ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ എന്താ കിട്ടുക? ടി ഡിവൈഡഡ് ബൈ T0 നമുക്ക് ഫൈനലി 1/3 ഓൾ ടു ദ പവർ ഓഫ് 2/3 എന്ന് കിട്ടുന്നു. സോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? 1/3 ഓൾ ടു ദ പവർ ഓഫ് 2/3. ദാറ്റ്സ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, മൂവിങ് ഫോർവേഡ്. മറ്റേത് എ certain inverting amplifier has a closed loop voltage gain of 25. The op-amp has an open loop voltage gain of this much, 10 to the power of 5. If an op-amp with an open loop voltage gain of 2 into 10 to the power of 5 is substituted in the arrangement, the closed loop gain എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അഗെയിൻ ഇതൊരു ആംപ്ലിഫയർ ആണ്. സോ ആംപ്ലിഫയർ ആയ കേസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആംപ്ലിഫയറിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വി ക്യാൻ റൈറ്റ് എന്താണ് എക്സ്പ്രഷൻ? എ സി വിൽ ബി ഈക്വൽ ടു 1 divided by 1 plus a times beta. What is beta? Beta is again the feedback fraction. Now നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് വേഗം ലിസ്റ്റ് ചെയ്യുക. സോ ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ആണ്, ദാറ്റ് ഈസ് 25. Now ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഇനിഷ്യലി 10 to the power of 5 ആണെന്ന് തന്നിട്ടുണ്ട്. Now ആ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഞാൻ മാറ്റുകയാണ്, എങ്ങോട്ടേക്ക് മാറ്റുകയാണ്? ദിസ് ഇസ് എ പ്രൈം. സോ എ ഡബിൾ പ്രൈം ഓപ്പൺ ലൂപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10 to the power of 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ആദ്യം ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യണം. എ സി അറിയാം, എ അറിയാം. ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതേ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ കേസിലുള്ള എ സി ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഏതായാലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബീറ്റയാണ്. ബീറ്റ വിൽ ബി ഈക്വൽ ടു എ മൈനസ് എ സി ക്ലോസ് ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ എ ടൈംസ് എ സി ആണ്. സോ ഓപ്പൺ ലൂപ്പ്. സോ ഈ ഒരു എക്സ്പ്രഷനിലിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will finally get beta value will be equal to 99975 divided by 2500000. ഇത്രയും കിട്ടുന്നു. ആ ബീറ്റ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വി നീഡ് ടു കാൽക്കുലേറ്റ് ദ സെയിം തിങ്, ദാറ്റ് ഈസ് ദ ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഫോർ ദിസ് മച്ച് എമൗണ്ട് ഓഫ് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ്. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് എ പ്രൈം ഓഫ് സി വിൽ ബി ഈക്വൽ ടു a prime divided by 1 plus a prime beta. So here expression this is open loop voltage gain. So 2 into 10 to the power of 5 divided by 1 plus 2 into 10 to the power of 5 times beta value. Beta value നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഈ വാല്യൂ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ് 25.0031. സോ ഞാനിത് വേഗം എഴുതി പോവുകയാണ്, കാരണം ദ കൺസെപ്റ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്സ് ആർ സോ ഈസി. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്സ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ 25.0031 എന്നാണ്. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഗെയിനിന് എന്താണ് സംഭവിക്കുന്നത്? ക്ലോസ് ലൂപ്പ് ഗെയിൻ എങ്ങനെയാകുന്നു? ആദ്യം ക്ലോസ് ലൂപ്പ് ഗെയിൻ 25 ആയിരുന്നു. ഇപ്പോൾ എന്താ കിട്ടുന്നത്? 25.0031. ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ ഗെയിൻ. സോ ഗെയിൻ വിൽ ബി ഇൻക്രീസ്ഡ് സ്ലൈറ്റ്ലി. ദാറ്റ് ഈസ് അവർ ആൻസർ. ഓക്കെ, അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കറിയാവുന്ന സിമ്പിൾ എക്സ്പ്രഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the resolving limit of normal eye. നിങ്ങളുടെ സാധാരണ കണ്ണിൻ്റെ റിസോൾവിംഗ് ലിമിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ ക്യാമറയുടെ ഒക്കെ റെസൊല്യൂഷൻസ് നമ്മൾ പറയാറുണ്ട് അല്ലേ? അതായത് നമുക്ക് കിട്ടുന്ന മൊബൈൽ ക്യാമറയുടെ റെസൊല്യൂഷൻ തുടങ്ങിയ സമയത്ത് 2 മെഗാപിക്സൽ ആയിരുന്ന റെസൊല്യൂഷൻ പിന്നീട് 12 13 ഇപ്പം 48 64 108 വരെയൊക്കെ എത്തി നിൽക്കുന്നുണ്ട് റെസൊല്യൂഷൻ. സോ ആക്ച്വലി വാട്ട് ഇസ് ദിസ് റെസൊല്യൂഷൻ മീൻസ്? എന്താണ് ക്യാമറയുടെ റെസൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് ഹ്യൂമൻ ഐയുടെ റെസൊല്യൂഷൻ ആണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആക്ച്വലി വാട്ട് ഈസ് റെസൊല്യൂഷൻ? 2 പോയിന്റുകളെ വെൽ സെപ്പറേറ്റഡ് ആയിട്ട് കാണാനായിട്ടുള്ള ഒരു അപ്പാരറ്റസിന്റെ കഴിവിനെയാണ് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 2 പോയിന്റ്സ് നമുക്കുണ്ട്, അതായത് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന 2 പോയിന്റ്സ് നിങ്ങൾക്ക് വെൽ സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ ഈ പോയിന്റ്സിനെ എത്ര ക്ലോസർ ആക്കിയാൽ വരെ നിങ്ങൾക്ക് ഇതിനെ വെൽ സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. R,
the resolution is equal to 1.22 times lambda, that is നമ്മുടെ വരുന്ന വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ എ, അതായത് അപ്പർച്ചർ. നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ, അതായത് അപ്പാരറ്റസിൻ്റെ അപ്പാർച്ചർ. അപ്പാർച്ചർ എന്ന് വെച്ചാൽ എന്താണ്? സോ ആക്ച്വലി ക്യാമറയുടെ അപ്പാർച്ചർ നിങ്ങൾക്ക് അറിയാം, ആ ലെൻസിൻ്റെ ആ ഒരു സൈസിനെയാണ് നമ്മൾ അപ്പാർച്ചർ എന്ന് പറയുന്നത്. ഒരു ക്യാമറയുടെ മെയിൻ ലെൻസ് ആണെങ്കിൽ അതിൻ്റെ സൈസിനാണ് അപ്പാർച്ചർ എന്ന് പറയുന്നത്. നൗ ക്യാമറയുടെ കാര്യമല്ല, നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. The eye is the most important and the most fabulous camera in the entire universe. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ്, ഒരു വിഷ്വൽ അപ്പാരറ്റസ് മറ്റൊന്നും ഇല്ല എന്നാണ് നമ്മളിന്ന് കണക്കാക്കുന്നത്. കാരണം അത്രയ്ക്ക് റെസൊല്യൂഷൻ നമ്മൾ എടുക്കുന്ന ബാക്കിയുള്ള എല്ലാ ക്യാമറകളെക്കാൾ കൂടുതൽ റെസൊല്യൂഷൻ നമ്മുടെ കണ്ണിന് തരാനായിട്ട് സാധിക്കും. എനിവേ വാട്ട് എവർ, കണ്ണിൻ്റെ റെസൊല്യൂഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ലാംഡയുടെ ഒരു ആവറേജ് വാല്യൂ നമുക്ക് 5000 ആങ്സ്ട്രം എന്നെടുക്കാം. ഒരു സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ അപ്പാർച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പ്യൂപ്പിൾ, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആ ഒരു ഡയാമീറ്റർ ആണ്. സോ അതിനെയാണ് നമ്മൾ അപ്പാർച്ചർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് ദാറ്റ് വിൽ ബി അറൌണ്ട് 2 മില്ലിമീറ്റർ മുതൽ 4 മില്ലിമീറ്റർ വരെ മാറും. കാരണം നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ അപ്പാർച്ചർ അല്ലെങ്കിൽ ആ പ്യൂപ്പിളിൻ്റെ അപ്പാർച്ചർ സ്റ്റേബിളായിട്ട് നിൽക്കുകയല്ല. ഇറ്റ് ക്യാൻ ആക്ച്വലി ഡയലേറ്റ്, ഇറ്റ് ക്യാൻ ആക്ച്വലി കോൺട്രാക്ട്. സോ എനിവേ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ ഇനി ജസ്റ്റ് ചെറിയ ചേഞ്ചസ്, എ എന്നുള്ളതിന് ആങ്സ്ട്രം എന്നുള്ളതിന് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 മില്ലിമീറ്ററിനെ കൺവേർട്ട് ചെയ്യണം. സോ ഫൈനലി വി വിൽ ഗെറ്റ് ആർ വിൽ ബി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 1 ഡിവൈഡഡ് ബൈ 60 ഡിഗ്രി, അതായത് അപ്രോക്സിമേറ്റ്ലി 1 മിനിറ്റ് എന്ന് പറയാം. സോ കണ്ണിൻ്റെ അപ്പാർച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ണിൻ്റെ റിസോൾവിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/60, 1 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ CCTയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകം തന്നെ ഈ ഒരു മാരത്തോൺ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ എക്സാം അടുത്തടുത്ത് വരികയാണ്. നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വീണ്ടും റിവൈസ് ചെയ്യാനും ഒപ്പം തന്നെ വീണ്ടും എല്ലാ ഇക്വേഷൻസും കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു വഴിയാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ പ്രിപ്പയർ വെൽ, go for the examination and all the best my dear friends. Thank you.